പ്രൈസ് ലോർഡ്. എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം, ഒരു നല്ല ദിവസം കൂടെ ദൈവം നമുക്ക് നൽകിയതിൽ ഒരു നല്ല ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. ഇന്ന് ഈ രാത്രിയിലെ ശുശ്രൂഷ കർത്താവ് അനുഗ്രഹിപ്പാനിടയായി തീരട്ടെ. ഈ വീഡിയോ എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാനിടയായി തീരട്ടെ. ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ഈ ഈവനിങ് സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, പ്രത്യേകമായി കർത്താവേ, ഒരു നല്ലൊരു ജീവിതാനുഭവങ്ങൾ കൂടെ കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീയ അനുഗ്രഹത്തിന് ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നുണ്ട്. സ്തോത്രം. ആണിപ്പാടുള്ള കരങ്ങളിൽ കർത്താവെ അവിടുത്തെ ദാസനെ അവിടുന്ന് ഉപയോഗിക്കണം. ഈ വീഡിയോ കാണുന്ന ഓരോന്നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ബെനഡിക്ഷൻ പ്രേയർ വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വൻ കാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സകല മാനം മഹത്വത്തേക്ക് തരുന്നു. യേശു മൂലം താഴ്മയായി ഞങ്ങൾ ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, 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 അമേൻ. എന്നും പറയുന്നത് പോലെ ഓരോ പ്രാവശ്യവും നമ്മൾ ആസാദിയിലൂടെ പുറത്തു കൊണ്ടുവരുന്ന സാക്ഷ്യങ്ങൾ വ്യത്യസ്തതയുള്ള സാക്ഷ്യങ്ങളാണ്. ഇന്നും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലൈഫ് എക്സ്പീരിയൻസാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോൺ ഫിലിപ്പ് ഏഴംകുളമാണ്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ കർത്താവിൻ്റെ ദാസനെ നമ്മുടെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം സാർ. താങ്ക് യു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഞങ്ങളൊക്കെ വളർന്നു വന്ന പ്രായത്ത്, അതായത് കോളേജ് വിദ്യാഭ്യാസമൊക്കെ നടക്കുന്ന സമയം ICPFൻ്റെ ക്യാമ്പുകളിലൊക്കെ ജോൺ ഫിലിപ്പ് സാറിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമായിരുന്നു. നല്ല ഓർമ്മകളുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഒരു ഭാഗ്യമായി കരുതുന്നു ഇങ്ങനെ സാറിനെ നമ്മുടെ ചാനലിലൂടെ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിയുന്നതിൽ. ദൈവത്തിന് നന്ദി പറയുന്നു. സുഖമായിട്ടിരിക്കുന്നേ സാറേ? സുഖമായിട്ടിരിക്കുന്നു. വളരെ സന്തോഷം. അതെ, എനിക്ക് ഓർമ്മയുണ്ട് സാറേ, ഒരു കാലത്ത് ICPFൻ്റെ ഒക്കെ ആരംഭകാലത്ത് ICPFിൽ തിയോളജിയൻസ് കുറവുള്ള സമയത്ത് ആ ഒരു കുറവ് നികത്തുവാൻ വന്ന പേരുകളിൽ ആദ്യത്തെ ഒരു പേരായിരുന്നു ജോൺ ഫിലിപ്പ് സാറിൻ്റെ, അല്ലേ? അതെ, അതെ. അങ്ങനെ എൻ്റെ ഓർമ്മ. അന്ന് ഞാൻ കേട്ടിട്ടുള്ള ചരിത്രം അങ്ങനെയൊക്കെയാണ്. ജോൺ ഫിലിപ്പ് സാറും പിന്നെ റെജിമുലഡം സാറും ഒക്കെയാണ് തിയോളജിക്കൽ മേഖലയിലേക്ക് ICPFിനൊരു ബലമായിട്ട് വന്നതെന്ന് എൻ്റെ ഓർമ്മ. അതിനൊരല്പം കൂടെ ഇത് വേണം. ICPFന്റെ കാലത്ത് ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഒരു ക്ലാസ് റൂം വേദശാസ്ത്ര പഠനം എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ അന്നു മുതലേ വേദശാസ്ത്രപരമായി ചിന്തിക്കുന്നയാളും സഭകളിൽ വേദപുസ്തകം എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു സബ്ജക്റ്റ് പല സഭകളിൽ പഠിപ്പിക്കുകയും ചെയ്ത ഒരു സാധാരണക്കാരനായ ആളായിരുന്നു ഞാൻ. എന്നാൽ മിക്ക ആളുകളും ഞാൻ വേദശാസ്ത്രത്തിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ള ആളാണെന്നാണ് പൊതുവെ സഭകളിലും എൻ്റെ പ്രസംഗം കേട്ടവരും എന്നെക്കുറിച്ച് ധരിച്ചിരുന്നത് എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ ചിന്ത, വേദപുസ്തകത്തോടുള്ള എൻ്റെ ചിന്തയിൽ, എൻ്റെ സമീപനത്തിൽ വന്ന വ്യത്യാസമാണ് അങ്ങനെ ഒരു ചിന്ത ആളുകളിൽ ഉണ്ടാക്കിയത്. അതെ സാറേ. എന്നാൽ ഞാൻ എൻ്റെ ഒരു ഓർമ്മ, പിന്നത്തേതിൽ സാറ് അല്ലേ തിയോളജിക്കൽ മേഖലയിലേക്ക് പോയെന്നുള്ളതാണ്, അല്ലേ? അതെ, പിൽക്കാലത്ത്. അതെ, ഞാൻ ഏറെ വർഷങ്ങൾക്ക് ശേഷം ICPFിൽ പ്രവർത്തിച്ചതിന് ശേഷം ICPF തന്നെ ഡോക്ടർ ഇടിച്ചെറിയാൻ നൈനാൻ സെക്രട്ടറി ആയിട്ട് വരുന്ന ആ സമയത്ത് ICPFിലുള്ള സ്റ്റാഫ് വർക്കേഴ്സിന് പ്രവർത്തിച്ചാൽ മാത്രം അവർക്ക് വേദശാസ്ത്ര പഠനം വേണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായതുകൊണ്ട് ICPF പൂനെയിലെ യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയിലേക്ക് ICPF എന്നെ സ്പോൺസർ ചെയ്യുകയും സന്തോഷത്തോടെ എന്നെ യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയിലേക്ക് അയക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഞാൻ മാസ്റ്റർ ഓഫ് ഡിവിനിറ്റിയും മാസ്റ്റർ ഓഫ് തിയോളജിയും 7 വർഷം കൊണ്ട് ഞാൻ പൂർത്തിയാക്കി. അത് തന്നെയാണ് സാറേ ഞാൻ പടവാൻ ആഗ്രഹിച്ചതും. കാരണം ICPFിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം തിയോളജിയൻസ് ICPFിന് ആവശ്യമാണെന്ന് ഒരു ചിന്തയുണ്ടായ കാലഘട്ടത്തിൽ അന്നത്തെ എൻ്റെ ഒരു ഓർമ്മയാണ്. സാറിനെ പോലുള്ളവർ ആ ഒരു മേഖലകളിലേക്ക് കടന്നു വന്ന ഓർമ്മയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. വിവിധ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിച്ചു.
ഒമാൻ പെന്റിക്കോസ്റ്റൽ അസംബ്ലിയുടെ പാസ്റ്ററായിട്ടിരുന്നു. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ഞങ്ങളുടെ റാന്നി ഇട്ടിയപ്പാറയിലും കുറേ നാളുകൾ അല്ലേ? അതെ അതെ അതെ, അവിടെ ഞാൻ 2 വർഷം പാസ്റ്ററായിട്ടിരുന്നു. അതെ, അതിൽ സന്തോഷമുണ്ട് റാന്നിയിൽ വന്നതില്ലേ. ഞാൻ വളരെ റാന്നിക്കാരനായതുകൊണ്ട്. റാന്നിയിലെ അനുഭവം പറഞ്ഞാല് അതൊരു വലിയ അനുഭവമാണ്. അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ക്രിസ്തീയ ശുശ്രൂഷയുടെ എൻ്റെ ഉറപ്പെന്ന് പറയുന്നത് ദൈവം നമ്മളെ അയക്കുന്നിടത്തോട്ട് പോവുക. ദൈവം നമ്മളെ എങ്ങോട്ടാണോ നയിക്കുന്നത് അവിടേക്ക് നമുക്ക് പോകണം. അപ്പൊ ഇട്ടിയപ്പാറയിലേക്ക് ഞാൻ വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അതവിടെ ഇപ്പൊ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ആയിരുന്ന സഭയിൽ നിന്നും ഇട്ടിയപ്പാറ എന്ന് പറയുന്ന അധികം വലിപ്പമില്ലാത്ത ഒരു സഭയിലേക്ക് ഞാൻ വരുന്നത്. എന്നാൽ അവിടെ വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവിടുത്തെ റാന്നിയിലുള്ള ആത്മീയ കൂട്ടായ്മകള്, ഇട്ടിയപ്പാറ സഭയിലുള്ള ശുശ്രൂഷകൾ ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയെങ്കിലും അതിനേക്കാൾ എല്ലാം ഉള്ള വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ ഒമാൻ പെന്റക്കോസ്റ്റൽ അസംബ്ലിയിലേക്ക് പോകുമ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻ കൊടുക്കുന്നതല്ല, അതൊക്കെ ഒരു വലിയ നിമിത്തമാണ്. അതായത് ഞാൻ സഭ പഠനം, വിവിധ പൊസിഷനുകൾ, സഭാ ശുശ്രൂഷയ്ക്ക് ആയിരിക്കുമ്പോൾ ഒരു ചെറിയ സഭയിലെ പാസ്റ്ററാണ് ഞാൻ. ഇട്ടിയപ്പാറ എന്ന് പറയുന്നത് പാസ്റ്റർക്ക് അറിയാമെന്ന് തോന്നുന്നു, അധികം ആളുകളൊന്നും ഇല്ലാത്ത 50-70 പേര് അടങ്ങുന്ന ഒരു സഭയാണ്. പക്ഷെ ആ സഭയിൽ ഞാൻ ആയിരിക്കുന്ന അവസരത്തിൽ ഞാൻ ഒമാൻ പെന്റക്കോസ്റ്റ് അസംബ്ലിയിലേക്ക് മുളക്കടയിൽ നിന്ന് എൻ്റെ പേരും കൂടെ പോകുന്നു. അപ്പം ഒമാൻ പെന്റക്കോസ്റ്റ് അസംബ്ലിയിൽ നിന്ന് എനിക്കൊരു ചോദ്യം എൻ്റെ അടുത്തോട്ട് വന്നത്, ഇവിടെ ഇത്ര ആളുകളുള്ള ഒരു സഭയാണ്, നിങ്ങൾ ഇരിക്കുന്നത് 100 താഴെയുള്ള ഒരു സഭയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ഈ സഭയെ കൊണ്ടുപോകാൻ കഴിയും? എൻ്റെ മറുപടി 70 അല്ല 7000 ആളുകൾ ഉണ്ടെങ്കിലും കൊണ്ടുപോകുവാൻ ദൈവം അയക്കുന്നെങ്കിൽ എന്നെ കൊണ്ട് കഴിയും എന്നുള്ളതായിരുന്നു എൻ്റെ മറുപടി. അപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനെ കറങ്ങി ഒക്കെ വന്നു. ചുരുക്കത്തിൽ ഞാൻ പറയാം, ഒമാൻ പെന്റക്കോസ്റ്റ് അസംബ്ലിയിലെ പാസ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ശുശ്രൂഷ രീതികളെല്ലാം വളരെ വ്യക്തമായി അന്വേഷിച്ചറിയും. അപ്പൊ അങ്ങനെ അന്വേഷിച്ചറിഞ്ഞപ്പോൾ റാന്നിയിലുള്ള ഒരു അച്ചായനോടാണ് എന്നെ കുറിച്ച് ചോദിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം പിടിച്ചിരുന്നാൽ ഈ റെക്കമെൻഡേഷൻ എനിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആ അച്ചായൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പാസ്റ്ററെ ആവുന്നെങ്കിൽ ഇതിനപ്പുറം ഒരു പാസ്റ്ററെ നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ അച്ചാന്, ഞാനിത് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു, ഇത് ആരോടും പറയാതെ, കാരണം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. അപ്പൊ ഈ അച്ചായനാണ് ചർച്ച ബോർഡിന്റെ ജനറൽ കൺവെൻഷൻ നടക്കുമ്പോൾ ഞായറാഴ്ച രാവിലെ എന്നോട് വിളിച്ച് ചോദിക്കുകയാണ്, മസ്കറ്റിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അച്ഛൻ ഉടനെ റിപ്ലൈ പറയുകയാണ്, ഞാൻ അച്ഛൻ്റെ ആ പേര് ഇവിടെ വ്യക്തമാക്കുന്നില്ല, അച്ഛൻ ഉടനെ പറയുകയാണ്, പൊക്കോ, എല്ലാം റെഡിയായി, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുക. ഞാൻ ഇത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഞാൻ എന്നെ ഇട്ടിയപ്പാറയിലേക്ക് ട്രാൻസ്ഫർ ആക്കുമ്പോൾ ഒരു വ്യക്തി പോലും ഇല്ലാതെ എന്നോട് പറഞ്ഞു, പാസ്റ്റർ മാറുണ്ടാന്ന്. ഒരാൾ പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്ത് പാസ്റ്റർ ഇവിടെ ഇരുത്താമെന്നിട്ട്. സീനിയർ പാസ്റ്റേഴ്സ്, അറിവുള്ളവർ, പ്രാപ്തിയുള്ളവർ, ഇരുന്നിട്ടുള്ളവർ, എന്നേക്കാൾ പരിചയമുള്ളവർ പറഞ്ഞു, പാസ്റ്ററെ ആരെതിർക്കാനാ, സഭയെല്ലാം പാസ്റ്റർക്ക് എതിരാ, ആ പാസ്റ്റർക്ക് അനുകൂലമാണ്, പിന്നെ എന്തിനാ പാസ്റ്റർ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഇല്ല, സഭയുടെ ഓഫീസ് എന്നെ അയക്കുന്നു, ദൈവം എന്നെ അയക്കുന്നു, ഞാൻ പോകും. ഇവിടെ വ്യക്തമാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിടത്തും ശുശ്രൂഷയിൽ പിടിച്ചു നിൽക്കാതെ ദൈവം അയക്കുന്നിടത്തോട്ട് പോയാൽ ദൈവം ആഗ്രഹിക്കുന്നിടത്ത് നമ്മളെ കൊണ്ടെത്തിക്കും. അല്ലാതെ എനിക്ക് ഇവിടെ ആണെന്നും പറഞ്ഞ് പിടിച്ച് ട്രാൻസ്ഫർ ആയാലും കൊള്ളാം, മറ്റു ശുശ്രൂഷകളാണേലും കൊള്ളാം, എന്തായിരുന്നാലും കൊള്ളാം, ദൈവം അയക്കുന്നിടത്തുകൂടെ അങ്ങ് പോവുക. അതാണല്ലോ പഴയ നിയമത്തിൽ, മേഘം പൊങ്ങുമ്പോൾ പൊക്കോണം, ഇല്ലാത്തപ്പം നിന്നോണം എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കണം ക്രിസ്തീയ ശുശ്രൂഷ. അതാണ് എനിക്ക് പ്രത്യേകമായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സാറേ, ആത്മീയ ശുശ്രൂഷയിലായിട്ട് ഇപ്പോൾ ഒരു ഏകദേശം എത്ര വർഷങ്ങളായി? ഞാൻ ആത്മീയ ശുശ്രൂഷകളെല്ലാം അതൊരു ഒരു 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 പരന്ന ഒരു കഥയായിരിക്കാം ഒരു പക്ഷെ. എന്റെ ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊരു സജഷൻ പറയാം. ഒത്തിരി കാര്യങ്ങൾ, ജീവിതാനുഭവങ്ങൾ പറയാനുണ്ട് അല്ലേ?
അതെ, ഒരുപാട് കാണും. ഒരുപാട് അതായത് അനുഭവങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് കേൾക്കണം, നമ്മുടെ പ്രേക്ഷകർക്ക് ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ആദ്യമേ ചോദിക്കേണ്ട ഒരു ചോദ്യം ചോദിച്ചങ്ങ് തുടങ്ങാം. നാടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ, ജനിച്ചു വളർന്ന നാട്, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സാറിൻ്റെ കുടുംബം, ഇത്രയും കാര്യം. ഇപ്പോൾ എനിക്കറിയാം USA നിന്നാണ് ജോയിൻ ചെയ്തത് അല്ലേ? അതെ അതെ, എവിടെയാ USA എവിടെയാ? ഹ്യൂസ്റ്റണിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഹൂസ്റ്റണിൽ നിന്ന്. ഹ്യൂസ്റ്റണിൽ. ഓക്കെ, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഒന്ന് ഇൻട്രഡക്ഷനായിട്ട് പറയുകയാണെങ്കിൽ ഒരു അനുഗ്രഹമായിരിക്കും. ഞാന് ജനിച്ചത് വളർന്നത് എല്ലാം അടൂരിന് ഒരു 6-7 കിലോമീറ്റർ അപ്പുറത്തുള്ള ചായലോടെന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ചായലോടെന്ന് പറയുന്ന ഒരു ഗ്രാമം, അതായത് പത്തനാപുരം അടൂർ റോഡിന്റെ നമ്മൾ ഇടതുവശത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന ആ മലയുടെ അടിവാരങ്ങളാണ് ചായലോടെന്ന് പറയുന്ന ഗ്രാമം. ആ ഗ്രാമത്തിലെ ഒരു സാധാരണ വീട്ടിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ മാതാപിതാക്കൾ സാധാരണക്കാരായിരുന്നു. ആ ഗ്രാമത്തിലെ ആദ്യത്തെ പെന്തിക്കോസുകാര് ഞങ്ങളുടെ ഭവനമായിരുന്നു. ഞങ്ങളുടെ ഭവനത്തില് ആ ഭവനത്തിലുള്ള മാതാപിതാക്കൾ ഞങ്ങളെ വളരെ ഭക്തിയോടെ, അവർക്കറിയാവുന്ന ആ നിലയിൽ സ്വാതന്ത്ര്യത്തോടും ഭക്തിയോടുമാണ് വളർത്തിയത്. വളർന്നു വരുന്ന ആ സാഹചര്യത്തിൽ ഞാൻ കോളേജ് വിദ്യാഭ്യാസത്തിൽ ഞാൻ എത്തിയപ്പോഴേക്കും ഏകദേശം സഭ ഒരു വല്ലാത്ത അന്വേഷണ ബുദ്ധി എനിക്കുണ്ടായിരുന്നു. ഏതാണ് ശരി? ഒരുപാട് സഭകൾ, ഒരുപാട് മതങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് പെന്തിക്കോസുകാർ. അപ്പോൾ തന്നെ എൻ്റെ മാതാപിതാക്കൾ പെന്തിക്കോസുകാരാണ്. അപ്പോൾ പെന്തിക്കോസിലാണെങ്കിലും വലിയ മഹാപാപമൊന്നും ഞാൻ ചെയ്യുന്നില്ലെങ്കിലും സ്വാഭാവികമായിട്ട് വന്ന പിള്ളേരെ ന്യായത്തിനും നീതിക്കും ഒക്കെ വേണ്ടി ഇറങ്ങുന്ന രാഷ്ട്രീയത്തിലേക്ക് ഞാനും അല്പസമയം അങ്ങോട്ട് കാലുകൾ വെച്ചു. അങ്ങനെ ഇടതുപക്ഷ ചായ്വിൻ്റെ കുറച്ച് രാഷ്ട്രീയ പരിശീലനങ്ങളൊക്കെ കിട്ടി. വായന അങ്ങനെ വന്നപ്പോഴുമൊക്കെ അങ്ങനെ വളർന്ന വായന, രാഷ്ട്രീയം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കോളേജ് സ്ഥലങ്ങളിൽ എത്തിയപ്പോഴേക്കും വല്ലാത്ത ഒരു അസ്വസ്ഥത എനിക്ക്. ഇപ്പോഴും എൻ്റെ മാതാപിതാക്കളും എൻ്റെ ജ്യേഷ്ഠനും ബാക്കിയുള്ളവരൊക്കെ എനിക്ക് താഴെയുള്ളവരാണ്. അവരൊക്കെ നന്നായിട്ട് ക്രിസ്തീയ സേവനത്തിൽ ഏർപ്പെടുന്നവരും ദേശത്ത് നല്ല മാതൃകയുള്ളവരും ഒക്കെ ആയിരുന്നു. അപ്പം ആ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതുമൊന്നും ഒരു ഫലവത്തായിട്ട് വന്നില്ലെന്നുള്ളതാണ് ശരി. കോളേജ് സ്ഥലത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വലിയ ഒരു വലിയ വ്യതിയാനം എനിക്കുണ്ടായി. ആ വ്യതിയാനം ഉണ്ടായ കാലം മുതൽ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയാണ്. അതായത് ഒരു 19 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ പ്രസംഗം ആരംഭിച്ചു. എൻ്റെ 19ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ കൺവെൻഷൻ പ്രസംഗം കുളക്കട. 3 ദിവസത്തെ കൺവെൻഷൻ പ്രസംഗം. പിന്നീട് പരസ്യയോഗങ്ങൾ, പിന്നീട് കോളേജ് ഗ്രൂപ്പുകൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാൻ ആത്മീയ രംഗത്തേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. അപ്പോൾ ആ കാലത്ത് ഗുഡ് ന്യൂസ് പോലുള്ള മാസികകൾ, സഹോദരൻ അച്ഛൻകുഞ്ഞും മറ്റുമൊക്കെ കലാശാലകളിൽ കൈത്തിരികളുമായി എന്നൊക്കെ എന്നെ പരിചയപ്പെടുത്തിയതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ആ ചെറുപ്പത്തിൻ്റെ ആ വലിയ ഊർജം കലാശാല സുവിശേഷീകരണ രംഗത്ത് ഞാൻ ചെലവഴിച്ചു. അന്ന് ICPF ഉണ്ടായിട്ടില്ല. അതാണ് ആദ്യത്തെ ആ കോളേജ് സ്റ്റഡീസിലുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നീടുള്ള സ്റ്റെപ്പ് വരുമ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഞാൻ പറയാമെന്ന് വിചാരിക്കുക. അവിടെ ഈ കോളേജ് ഇതിൽ തന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ തന്നെ വലിയ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ നടത്തുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ തകർക്കാൻ നോക്കിയിട്ടുണ്ടാകും. തകർക്കാൻ പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത്. കാരണം ഗിഡയൻസ് കൊണ്ട് ബൈബിൾ കൊണ്ട് കൊടുക്കുമ്പം അവരെ വിരട്ടി ഓടിക്കുക. അപ്പൊ ആ വിരട്ടി ഓടിച്ചു കഴിയുമ്പോൾ ഞാൻ സ്റ്റുഡൻ്റ് ആകുമ്പോൾ ആ ബൈബിൾ മുഴുവൻ ഞാൻ തോളിൽ വെച്ചുകൊണ്ട് എല്ലാ കോളേജ് സ്റ്റുഡൻസിനും ഞാൻ വിതരണം ചെയ്യും. കോളേജ് വിട്ടങ്ങോട്ട് കഴിയുമ്പോൾ അതിൻ്റെ മുമ്പിൽ തന്നെ നിന്നുകൊണ്ട് പ്രസംഗിക്കുക. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് തന്നെ വലിയ ഒരു ആവേശവും ഒരു താല്പര്യവും ഞാൻ പറയുന്നത് കേൾക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനൊരു വലിയ ഗുണമുണ്ടായിരുന്നു. അതിലൊരു അത്ഭുതം ആ സമയത്ത് നടന്നത്, ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഹിന്ദു വിശ്വാസിയായിരുന്നു. അപ്പോൾ ഹിന്ദു ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരം നിറച്ച് രോമങ്ങളുണ്ടായി, വലിയ കരടി പോലുള്ള രോമങ്ങൾ. അപ്പൊ അവൻ മിസ്റ്റർ കോളേജൊക്കെയാണ്. അപ്പൊ അവൻ ഇതിൽ വലിയ അഹങ്കാരമായിരുന്നു. അപ്പൊ ഇവന് ഞങ്ങളുടെ കൂടെ പഠിക്കുന്നതാണ്, ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ്. അപ്പൊ ഇവൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഈ ആണുങ്ങളായ ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അന്നത്തെ ഇതല്ലേ. അപ്പൊ ഞാൻ ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം ഇത് തൊട്ടാൽ
ഇത് പൊഴിഞ്ഞു പോകാൻ ഒറ്റ നിമിഷം മതിയെന്ന് ഞാൻ പറഞ്ഞു. ചുരുക്കത്തിൽ 1 മാസം കഴിയുമ്പോൾ ഇത് മുഴുവൻ പൊഴിയാൻ തുടങ്ങി. ഇത് മുഴുവൻ പൊഴിഞ്ഞു. അദ്ദേഹം പത്തനാപുരത്തുള്ള ഒരു തടിഡിപ്പോയുണ്ട്. പത്തനാപുരത്തുള്ള ഒരു തടിഡിപ്പോയ്ക്കകത്ത് എന്നെ രഹസ്യമായി വിളിച്ചോട്ട് പറഞ്ഞേടാ, നീ പറഞ്ഞ അതുപോലെ ശാപമാണെന്ന് തോന്നുന്നു, അത് സംഭവിച്ചിരിക്കുക, നീ ഒന്ന് പ്രാർത്ഥിക്കാതെ ഇനി രക്ഷയില്ലെന്ന്. ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കൂടെ പഠിക്കുന്നവനാണ്. ഏതായാലും അതോടുകൂടി ആ കോളേജിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നടത്താനുള്ള സംവിധാനം ആ ഹിന്ദു സഹോദരൻ എനിക്ക് ചെയ്തു തന്നു. അതാണ്, അത് എടുത്തു പറയേണ്ട ഒരു അത്ഭുതമാണ്. പിന്നീട് ക്യാമ്പുകൾ നടക്കുമ്പോഴുള്ള സാമ്പത്തിക കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. ദൈവം ഒരു പൈസ പോലും ഇല്ലാതെ ഇത് നടത്തുന്നു, ആളുകളെ രക്ഷിക്കപ്പെടുന്നു, വിദ്യാർത്ഥികൾ വരുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് എൻ്റെ കോളേജ് സഭയിലുള്ള. അങ്ങനെ കലാശാല സുവിശേഷീകരണത്തിലേക്ക് ഞാൻ രംഗപ്രവേശനം ചെയ്യുകയാണ്. അങ്ങനെയാണ് കലാശാല സുവിശേഷീകരണത്തിലേക്ക് ഒരു 10-18 ആയപ്പോഴേക്കും ഞാൻ കൂടുതലും തെരുവ് പ്രസംഗങ്ങളായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. ഈ കലാശാല സുവിശേഷീകരണത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ICPF-ലും അല്ലേ? അതെ, ICPF-ൽ അന്ന് ഞാൻ ഇങ്ങനെ എന്നെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് അന്നത്തെ ആദ്യത്തെ സ്റ്റാഫ് വർക്കറായിരുന്ന D. ജോഷുവ സാറ്, അദ്ദേഹം അന്ന് നേപ്പാളിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അദ്ദേഹം കാടും മലകളും താണ്ടി എന്നെ അന്വേഷിച്ച് ഞങ്ങളുടെ സാധാരണ ആ കൊച്ചു വീട്ടിലെത്തുകയായിരുന്നു. അതാണ് ജോഷുവ സാറ് ഞാനുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം. പിൽക്കാലത്ത് ഞാൻ ICPF-വുമായിട്ട് ജോയിൻ ചെയ്യുകയും ICPF-ലുള്ള ഒരുപാട് അനുഭവങ്ങൾ പിന്നീട് ഉണ്ട്, അത് ഞാൻ പറയാം. സാറേ, അങ്ങനെയാണെങ്കിൽ സാറ് ആ ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറഞ്ഞാട്ട് കേൾക്കാൻ ഞാൻ റെഡിയാണ്. ഇനി അത്യാവശ്യം ഉണ്ടെങ്കിലേ ഞാൻ ഇടയ്ക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യത്തുള്ളൂ. എന്തെങ്കിലും പ്രേക്ഷകർക്ക് ചോദിക്കണം എന്നുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം, എന്നാൽ കൂടുതൽ കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞാൻ ICPF-ൽ വരെ ജോയിൻ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ. ICPF-ൽ വരെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ICPF ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ICPF വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാശാല സുവിശേഷീകരണ രംഗത്തേക്ക് ഞാൻ വരാനുള്ള താല്പര്യം, അന്ന് മലബാർ ഭാഗങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. പക്ഷെ അപ്പോൾ തന്നെ ഞാൻ ICPF-ലേക്ക് വരുമ്പോൾ അന്ന് ICPF-ന് ഒരു സ്റ്റാഫിനെ കൂടാതെ പണം കൊടുക്കുന്നതിനുള്ള സാമ്പത്തിക ഭദ്രത അന്ന് ICPF-ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അന്ന് വീടുകളിൽ കയറി ഈ ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു. ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിന് ഏതാണ്ട് 5 രൂപ കിട്ടും. 30 ദിവസം പഠിപ്പിച്ചാൽ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിന് 5 രൂപയാണ് കിട്ടുന്നത്. അങ്ങനെ 10 കുട്ടികളോളം ഞാൻ അങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. ആ 50 രൂപ എൻ്റെ യാത്രയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുമായിരുന്നു. എൻ്റെ യാത്രയ്ക്ക് വേണ്ടിയാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ പന്തളം, പത്തനംതിട്ട, അടൂര്, പുനലൂര്, പത്തനാപുരത്തിന്റെ വിവിധ ഭാഗങ്ങള്, ഈ സ്ഥലങ്ങളിൽ ഈ 50 രൂപ കൊണ്ട് എവിടൊക്കെ പോകാമോ അവിടെല്ലാം കോളേജുകളിൽ യാത്ര ചെയ്ത് വിദ്യാർത്ഥികളെ കണ്ടെത്തി പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഞാൻ സംഘടിപ്പിക്കുകയും അത് പ്രബലമാക്കുകയും പിൽക്കാലത്ത് അതെല്ലാം നന്നായി വരികയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്തനാപുരത്ത് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പത്തനാപുരത്ത് ഒരു ക്യാമ്പ് മൗണ്ട് ടാബോർ ട്രെയിനിങ് കോളേജിലാണ് ആ സ്റ്റുഡൻസ് ക്യാമ്പ് നടക്കുന്നത്. അത് ICPF-വുമായിട്ട് കണക്ട് ചെയ്തായിരുന്നില്ല, ICPF അല്ലാതെയായിരുന്നു. അപ്പൊ അന്ന് ഒരു അബദ്ധം പറ്റി. ഭക്ഷണം കൊടുക്കുന്നതിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരെല്ലാം ഈ ചെറിയ കുറ്റി, 5 രൂപയുടെ കുറ്റിയൊക്കെ അടിച്ച് പണം പിരിച്ചാണ് അതിന് കൊണ്ടുവന്നതെങ്കിലും ഈ കൂപ്പൺ കൊടുക്കുന്നവരാൾക്ക് ഭക്ഷണം കൊടുക്കാവുന്നു. പക്ഷെ ആ ഭക്ഷണം കൊടുത്ത ഹോട്ടലുകളിൽ മട്ടണും ബീഫും ഫിഷ് ഫ്രൈയും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. ഈ കൂപ്പണുള്ള ബജറ്റ് ഒരു 3 രൂപയുടെ 2 രൂപയുടെ ആയിരുന്നു. ഈ കയറിയ ആളുകള്, കുട്ടികള്, അവർക്ക് എന്തെല്ലാം കഴിക്കാമോ അതെല്ലാം കഴിച്ചു. അവസാനം പൈസ ഇല്ലാതെയായി ആളുകൾ. അതിൻ്റെ മറ്റുള്ളവർ എന്നോട് പറഞ്ഞു ഇത്ര രൂപ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വളരെ സങ്കടപ്പെട്ട് മൗണ്ട് ടാബോർ ട്രെയിനിങ് കോളേജിന്റെ ഒരിടത്ത് ക്ലിഫോർഡ് എന്ന് പറയുന്ന ഒരാള് അന്ന് അവിടെ ഇരുന്ന ഒരാളിനോട് ചോദിച്ചു ഈ മീറ്റിംഗ് ഒക്കെ നടത്തുന്ന ആരാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതുപോലെ ഇന്ന ആളാണ്, ഞങ്ങളുടെ JP ആണെന്ന് പറഞ്ഞു. JP ജോൺ ഫിലിപ്പ് എന്നുള്ള JP എന്നാണ് എന്നെ വിളിക്കാറുള്ളത്. അപ്പൊ JP ആയി നടത്തുന്നത്. അദ്ദേഹം ഞാൻ വിളിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചു.
അപ്പൊ ഞാൻ ഈ പൈസ എങ്ങനെ കൊടുത്തു തീർക്കും? വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ ഇത് കൊടുത്തു തീർക്കാന്നുള്ള പൈസ ഒന്നും വീട്ടിലില്ല. അപ്പൊ മറ്റാരോടും ചോദിക്കാനുള്ള ഇൻഫ്ലുവൻസ് ഒന്നും എനിക്കന്നില്ല. ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഒരു കവർ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാനത് കവർ എടുത്ത് എൻ്റെ കയ്യിൽ തന്ന് ഞാനത് പെട്ടെന്ന് പോയി ഞാൻ വാഷ്റൂമിൽ പോയി അത് എണ്ണി നോക്കി. അത്ര ഒരു ആവശ്യം കാണത്തില്ല, ഇത് എന്തുണ്ട് 10-50 ഉള്ളോ അല്ലെങ്കിൽ 25 ഉള്ളോ നോക്കിയ ഉടനെ അവിടെ കൊടുക്കാനുള്ളതും അടുത്ത ഒരു ക്യാമ്പ് നടത്താനുള്ള പൈസയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതല് ദൈവം നടത്തുന്നവനാണെന്നുള്ള ഒരു വലിയ ബോധം എൻ്റെ അന്തരാത്മാവിലുണ്ട്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ചിലപ്പം ഞാൻ അറിയാതെ കരഞ്ഞൊക്കെ പോകാം. ദൈവമാണ് ഇത് നടത്തുന്നത്. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം ICPF വരുമ്പോൾ ഓരോ മീറ്റിങ്ങുകളും നടത്തുമ്പോൾ അവിടെയൊന്നും ഒരു പണത്തിന്റെ പിൻബലം എനിക്കില്ലായിരുന്നു. ഞാൻ ദൈവാശ്രയം ഉണ്ടായിരുന്നു. ICPF വരുമ്പോൾ കോഓപ്പറേറ്റീവ് ആർട്സ് കോളേജിൽ അടൂരിലാണ് ഒരു മീറ്റിംഗ് നടക്കുന്നത്. അടൂരിൽ മീറ്റിംഗ് നടക്കുമ്പോൾ കർത്താവിൻ്റെ വായിച്ച അച്ഛൻ സാറ് 100 രൂപ എനിക്ക് തന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് എനിക്ക് ആദ്യമായി കിട്ടുന്ന ഒരു തുകയെന്ന്. പിൽക്കാലത്ത് ICPF വരുമ്പോൾ അങ്ങനെ ഇങ്ങനെ മധ്യ തിരുവിതാംകൂറിലെ പലയിടത്തും പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ സ്ഥാപിച്ചു. പലയിടത്തും വിദ്യാർത്ഥികൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭകൾ സ്ഥാപിച്ചു. എന്നെ കൺവെൻഷനുകൾക്കും മീറ്റിങ്ങുകൾക്കും ഒക്കെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇങ്ങനെ വരുമ്പോഴാണ് മലബാറിലെ ICPF പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ആളുകൾ ആരും പോകാനില്ല എന്നറിഞ്ഞുകൊണ്ട് ഡൽഹിയിൽ നിന്ന് ഞാൻ ജോലി റിസൈൻ ചെയ്ത് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തൃശ്ശൂർ സ്ഥാപിച്ച് താമസമാക്കിക്കൊണ്ട് ഞാൻ അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. അതാണ് ചെയ്യുന്നത്. തൃശ്ശൂര് താമസമാക്കി തൃശ്ശൂരിലെ വർക്ക് വളരെ ശക്തമായിട്ട്, അത് പറഞ്ഞാൽ ദിവസങ്ങളോളം പറയേണ്ടി വരും. ഓരോ ദൈവവും തൃശ്ശൂരിലെ ആദ്യത്തെ ഒരു ക്യാമ്പ് നടത്തുന്നത് വീണ്ടും ഞാൻ പറയാം, ദൈവം നടത്തിയ ഒരു പൈസ പോലും കയ്യിലില്ല. തൃശ്ശൂരിലെ റൗണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ആളുകളെല്ലാം വന്നിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഒരു പ്രോഗ്രാം ഒക്കെ അങ്ങ് എഴുതി ഉണ്ടാക്കി. 2-3 പേജ്. എന്ന് ക്യാമ്പ്, എന്ന് തൊട്ട് എന്ന് വരെ, ഒന്നുമില്ല, നത്തിങ്, ആരുമില്ല. അപ്പോൾ എല്ലാം എഴുതി ഉണ്ടാക്കി റെഡിയാക്കി വെച്ചുകൊണ്ട് ഒരു പൈസ പോലും ഇല്ല. അപ്പൊ ഞാൻ അന്ന് ആൽപ്പാറ IPC ചർച്ചിൽ ഒരു സാക്ഷ്യത്തിന് വേണ്ടി ഒരു അല്പം മാസയോഗത്തിനൊരു സമയം തന്നു. ശാന്തി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവളിപ്പോ എവിടെയാണെന്ന് എനിക്കറിയില്ല. ശാന്തി അവള് വന്നിട്ട് ഒരു നല്ല ഫ്രോക്കും ഒക്കെ ഇട്ട് തന്നിട്ട് ഒരു 5 രൂപ എൻ്റെ കയ്യിൽ തന്നു. അങ്കിളെ, ഇത് ഐസ്ക്രീം വാങ്ങിക്കാൻ തന്നതാ, അങ്കിൾ ഇത് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ തൃശ്ശൂരിലെ ICPF ക്യാമ്പിന്റെ മൂലധനം ശാന്തി തന്ന 5 രൂപയാണ്. അവിടുന്ന് വൈകിട്ട്, അന്ന് ഞാൻ അവിവാഹിതനാണ്, ആ കാലത്ത് അവിവാഹിതനാണ്. അവിടുന്ന് ഞാൻ അടുത്തടുത്തേക്ക് പോകുമ്പോൾ അടുത്തൊരു വീട്ടിൽ ചെല്ലുകയാണ്. അവരെ കാണാൻ ചെല്ലും, സ്കൂള് വിദ്യാർത്ഥികളെ കാണാൻ ചെല്ലുമ്പം എന്നോട് അവിടെ ചോദിക്കുകയാണ്, ഫിലിപ്പ് ബ്രദർ മേരിക്കുട്ടി, അവരുടെ പേര്, ഈ ക്യാമ്പ് നടത്താൻ എത്ര രൂപ വേണം? ഞാൻ പറഞ്ഞൊരു 5000 രൂപ വേണ്ടി വരുമായിരിക്കുന്നു. ഞാൻ വിചാരിച്ചു അദ്ദേഹം ഒരു 500 രൂപ 1000 രൂപ തരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ അദ്ദേഹം അങ്ങോട്ട് കയറിയിട്ട് 5000-ന്റെ ഒരു കെട്ടെടുത്ത് എൻ്റെ കൊണ്ട് തരികയാണ് ചെയ്തത്. ക്യാമ്പ് നടന്നു. അന്നത്തെ ആ ചെലവുള്ളൂ 3500-4000 രൂപ ചെലവായി, ബാക്കി 1000 രൂപ മിച്ചവും ഉണ്ടായിരുന്നു. അതാണ് ഗലീലയിൽ. അന്ന് അവിടെ 87 പേര് ക്യാമ്പിൽ പങ്കെടുത്തു. 6 പേര് പൂർണ്ണസമയ സുവിശേഷകരായി. അവരുടെയൊക്കെ പേരുകൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ അവരൊക്കെ വളരെ പ്രസിദ്ധരായ ആളുകളായി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു തൃശ്ശൂരിലുള്ള ഒരാളിന്റെ വീട്ടിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവർ ആ ഓർമ്മകൾ വീണ്ടും വീണ്ടും കണ്ണുനീരോടെ പറയുന്നത് ഓർമ്മ. തൃശ്ശൂർ താമസിച്ചുകൊണ്ട് അടുത്ത ജില്ലകളായ തൃശ്ശൂര്, പാലക്കാട്, കോഴിക്കോട്, അങ്ങനെ അങ്ങ് കണ്ണൂർ, കാസർഗോഡ് വരെ ഞാൻ യാത്ര ചെയ്തു. ഒരു നിരന്തരമായ യാത്ര, നിരന്തരമായ കോളേജുകളുടെ യാത്ര, കവലപ്രസംഗങ്ങളെ, ആളുകളെ ഇത് ചെയ്ത്. ചുരുക്കത്തിൽ ഞാൻ പറയാം, ഇപ്പം ICPF ഒരു വലിയ സെന്ററാണ് വടക്കൻ മലബാർ എന്ന് പറയുന്നത്.
ഒരിക്കൽ ഒരു ക്യാമ്പ് നടത്താൻ ഒരു സ്ഥലം ഞങ്ങൾക്ക് കിട്ടാതെ വന്നപ്പോൾ അവിടെ കിട്ടാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, നമുക്ക് ഇവിടെ കൈ ഉയർത്തി ബസ്സിലിരുന്നോണ്ടാ പറയുന്നത്, ഇവിടെ ഒരു ക്യാമ്പ് സെന്റർ ഉണ്ടാകട്ടെ. ഒന്നുമില്ല. ICPF ഒരു ക്യാമ്പ് സെന്റർ അവിടെ വരുമെന്ന് ആര് കണ്ടു? ഇന്ന് ICPF ഒരു ക്യാമ്പ് സെന്റർ അവിടെ ഉണ്ട് മലബാറിൽ. ഞാൻ പറഞ്ഞത്, പണത്തിന്റെ പിൻബലത്തിലല്ല ക്രിസ്തീയ ശുശ്രൂഷ നടക്കേണ്ടത്. പണം വരും, പണം ദൈവം തരും. അതുകൊണ്ട് പണത്തെ നമുക്ക് നിഷേധിച്ച പണത്തെ നമ്മൾ നെഗറ്റീവായിട്ടൊന്നും കാണണ്ട. പക്ഷെ ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്നത് പണത്തിന്റെ പിൻബലത്തിലാകാൻ പാടില്ല. പണം അതിന്റെ പിന്നാലെ വരും, അതിലെ ദൈവാനുഗ്രഹം ഉണ്ടാകും. അതാണ് ICPFന്റെ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. അത് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഏഞ്ചലോസിലേക്ക് പോന്നു. ഏഞ്ചലോസ് എന്ന് പറയുന്നത് അറിയാമല്ലോ, പാസ്റ്റർക്ക് അറിയാമല്ലോ ഏഞ്ചലോസ്. ആ ഏഞ്ചലോസിൽ ഞാൻ കൊടുക്കുമ്പോഴും അവിടെ വരുമ്പോഴും ഉള്ള ഒന്ന് രണ്ട് അനുഭവം പറയാൻ ആളുകൾക്ക് അത് പ്രയോജനപ്പെടുമെന്നുള്ളത്. അതെ സാറേ, ആ കാലത്തെ ഏഞ്ചലോസ് ഒത്തിരി സ്ഥലങ്ങളിൽ സന്ദർശിച്ചല്ലേ, കോളേജുകളിലും കവലകളിലും. അപ്പം സാറിന്റെ ഒരു പഴയ കവല പ്രസംഗകന്റെ ഒരു സ്വഭാവം അല്ലേ, അത് ഏഞ്ചലോസിലൂടെ പ്രയോജനപ്പെടുത്തുവാൻ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഈ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ വലിയ എതിർപ്പുകൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ചില എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അത് കന്യാകുമാരി മുതൽ മഞ്ചേശ്വരം വരെ, അതായത് തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ എല്ലാ കവലകളിലും എല്ലാ പട്ടണങ്ങളിലും എല്ലാ സഭകളും കേന്ദ്രീകരിച്ചൊരു ഒരു ഏഞ്ചലോസിന്റെ ഒരു പ്രവർത്തനം ഉണ്ടായി. ആ പ്രവർത്തനം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് ആളുകൾക്ക് ചിന്തിക്കാൻ ഒക്കുമെന്ന് എനിക്കറിയത്തില്ല. അതറിയാവുന്ന ഒരാൾ ഇന്ന് ഏഞ്ചലോസിലുള്ള കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരാളും പിന്നെ അതിൽ അന്ന് സംബന്ധിച്ചിരുന്നവരൊക്കെ അത് മനസ്സിലാക്കാനും. കാരണം അത് ഒരു സ്ഥലത്തു നിന്ന് അങ്ങ് പോവുകയാണ്. ആ പ്രസംഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ അവസാനത്തെ പ്രസംഗമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇനി നാളെ യോഗം ഇല്ല, അതാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അതില് ആളുകൾ നെടുംപാട് വീണ് കരയുന്നത് പരസ്യയോഗങ്ങൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ആളുകൾ കരങ്ങൾ ഉയർത്തി നിറകണ്ണുകളോടെ നിൽക്കുന്നത് കൺവെൻഷൻ അല്ല, പരസ്യയോഗങ്ങൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഏഞ്ചലോസ് ടീം കണ്ടിട്ടുണ്ട്. ജയിലുകളിൽ പോയി പറയുമ്പോൾ, ജയിലുകളിൽ ഇത് പോകുമായിരുന്നു. അവർ തന്നിട്ടുള്ള മാനസാന്തര അനുഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുമോ എന്ന് നമുക്കിപ്പോൾ തോന്നും. നമ്മൾ പല പഴയ കഥകളൊക്കെ ഇങ്ങനെ പറയും, മോഡിയുടെ കാലത്ത് നടന്നു, അല്ലെങ്കിൽ സ്പർജന്റെ. അങ്ങനല്ല, ഇപ്പോഴും നടക്കും. ഇപ്പോഴും അത് നടന്നിട്ടുണ്ട്. അതിന് ഞാൻ അനുഭവസ്ഥനാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ ഏഞ്ചലോസ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഭക്ഷണം കഴിക്കാനെ കൊണ്ട് ഒന്നുമില്ല. ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ലാതെ വന്നപ്പം ഞാനാണ് ടീം ലീഡർ. ഭക്ഷണം കൊടുക്കണം. 10-12 പേരുണ്ട്. എങ്ങനെ വൈകിട്ട് എങ്ങനെ ഭക്ഷണം കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് ആരും എങ്ങനെ സ്പോൺസർ ചെയ്തിട്ടില്ല, എങ്ങും വിളിച്ചിട്ടുമില്ല. കൊടുത്തിരിക്കുമ്പോൾ ഞാൻ തൃശ്ശൂർ റൗണ്ടിലൂടെ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ നടന്നു പോവുകയാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്കെതിരെ ഒരു സഹോദരൻ വന്നു. അദ്ദേഹത്തിന്റെ പേര് ആൻഡ്രൂസ്. അദ്ദേഹം ഇന്ന് സൗദി അറേബ്യയിലെ ഷാരോൺ സഭയുടെ ഒരു പാസ്റ്ററാണ്. മറ്റൊരാളുണ്ടായിരുന്നു, ഒരു VM ജോസഫ്. അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അദ്ദേഹത്തെയൊക്കെ ICPFിലേക്ക് ഞാനാണ് അടുപ്പിച്ചത്. പിന്നെ ഒരു യൗസേഫ് സഹോദരൻ. ഇവരെല്ലാം തൃശ്ശൂരുള്ളവരാണ്. മറ്റു പല ആളുകളുണ്ട്, മെയിൻ പ്രിഗൻ. പക്ഷെ ആൻഡ്രൂ സഹോദരൻ ഇങ്ങോട്ട് വന്നിട്ട് എന്തുകൊണ്ടെന്നൊക്കെ ചോദിച്ചു തൃശ്ശൂരിലെ ഭാഷയിലൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് അദ്ദേഹം എൻ്റെ കയ്യിലോട്ട് പ്രൈസ് റോഡെന്നാ ധൃതി ഉണ്ട്, ഞാൻ പോട്ടെന്നും പറഞ്ഞു പോവുക. ഞാനതെടുത്ത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തിൽ 1000 രൂപയുണ്ട്, വൈകിട്ടത്തെ ഭക്ഷണത്തിനുള്ളതായി. പിന്നെ ഒരിക്കൽ കണിച്ചാറിന് ഞങ്ങൾ ചെന്നു. കണിച്ചാറിന് ചെന്നപ്പോഴും ആളുകളെ രോഗികളായിട്ട് വീഴാൻ തുടങ്ങി. ഈ കഷ്ടപ്പാട് കൊണ്ട്, ബുദ്ധിമുട്ട് കൊണ്ട്. 3 യോഗം ഒരു ദിവസം നടക്കുന്നത്. ഒരു ദിവസം കോളേജില് രാവിലെ, ഉച്ചയ്ക്ക് പിന്നെ അല്പസമയം വിശ്രമം, അത് കഴിഞ്ഞ് വീണ്ടും ഓപ്പൺ എയർ മീറ്റിംഗ്, അത് കഴിഞ്ഞ് വൈകിട്ടത്തെ കൺവെൻഷൻ. നമുക്ക് ഒറ്റ സമയത്ത് തന്നെ 3 റേഞ്ചിൽ നമ്മൾ പ്രസംഗിക്കണം ഒരു ദിവസം തന്നെ. കോളേജിൽ പ്രസംഗിക്കുന്നത് ഒരു ട്യൂണ്, പരസ്യയോഗത്തിന് വേറൊരു ട്യൂണ്, സഭയിൽ വേറൊരു ട്യൂണ്. അപ്പൊ അന്ന് ഈ ഭക്ഷണം കൊടുക്കാനുള്ള പൈസയും ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കി ഉടനെ, ഇതൊക്കെ തുറന്നു പറയുമ്പോൾ ആളുകൾക്ക് എന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാം. അപ്പൊ പാസ്റ്ററോട് ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ എന്തുകൊണ്ട് ഭക്ഷണം വേണമെന്നൊന്നും പറയുന്നില്ല,
അപ്പൊ എല്ലാവരും രോഗികളായിട്ട് ഡിസ്ചാർജ് ആയി തിരിച്ചു വരികയും എല്ലാം കിടക്കുന്നുണ്ട്. ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഈ കോഴി എഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അയ്യോ പാസ്റ്ററെ, അതിന് സാറേ അതിനെന്നാ ഈ കോഴിയും എന്നാ പിന്നെ എന്തോ വേണ്ടി, കപ്പയും കൂടെ വന്നാൽ ഇവർക്ക് എനർജി ഉണ്ടാകുമല്ലോ, ഈ ടീം അംഗങ്ങൾക്ക്. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കണിച്ചാറെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അസംബ്ലീസ് പോയിട്ട് സഭയില് ഹോളിൽ കിടക്കുമ്പോൾ നടന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. ആ പാസ്റ്റർ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞുപോയി, സന്തോഷത്തോടെ അതെല്ലാം റെഡിയാക്കി തന്ന് അവിടുന്ന് റെഡിയാക്കി ഞങ്ങളെടുത്തു. അങ്ങനെ വീണ്ടും ഞങ്ങൾ ആ യാത്ര കണ്ണൂർ വഴി കാസർഗോഡ് വഴി മഞ്ചേശ്വരം വരെ എത്തിയത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ICPF-ൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പരസ്യയോഗത്തിന് ആയിരക്കണക്കിന് ആളുകൾ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശുശ്രൂഷാനുഭവങ്ങൾ നോർത്ത് ഇന്ത്യയിലും പഠനത്തോടുള്ള ബന്ധത്തിലും പിന്നെ ശുശ്രൂഷയിലും ഒക്കെ കുറച്ച് നാളുകൾ അല്ലേ ഉണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യൻ അനുഭവങ്ങൾ എന്ന് പറയാമോ? നോർത്ത് ഇന്ത്യയിലെ അനുഭവങ്ങളും ഇതുപോലെ തന്നെയാണ്. ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ ഒരുപാട് മിറക്കുലസ് ആണ്. അതുകൊണ്ട് വലിയ അത്ഭുതങ്ങളൊക്കെ പറഞ്ഞാലും എന്നെ അധികം ബാധിക്കത്തില്ല. കാരണം ഞാൻ നോർത്ത് ഇന്ത്യയിൽ തുടങ്ങുമ്പോൾ പൂനായിൽ പോകുന്നത് തൊട്ട് വേണം തുടങ്ങാൻ. അതിനു മുമ്പ് ഞാൻ ജോലിയിലിരിക്കുമ്പോൾ ഡൽഹിയിൽ സാക്കേത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ ബൈബിൾ സ്റ്റഡി തുടങ്ങി. അത് ഇന്നൊരു നല്ല സഭയാണ്. ഹിന്ദിയിലുള്ള ആരാധന അവിടെ നടക്കുന്നത്. അത് ഞാൻ തുടങ്ങിയതാണ്. ചെയ്തോട്ടെ. ചെയ്തോ. അതായത് സാറ് നാട്ടിൽ 19-ാമത്തെ വയസ്സിലെ പ്രസംഗകൻ അല്ലെങ്കിൽ കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി. കലാലയങ്ങളിലും തെരുവുകളിലും ഒക്കെ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. പിന്നെ എപ്പോഴാ ഈ ജോലിയുടെ കാര്യത്തിലേക്ക് അതൊന്ന് പറഞ്ഞ ആ ഭാഗത്തോടൊന്ന് വന്നാല്? ജോലി ICPF-ൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ പത്തനാപുരം അടൂര ഇങ്ങനെ. അപ്പം എനിക്കൊരു ജോലി വേണമെന്നുള്ള, അതായത് വീടിനോടുള്ള ബന്ധത്തിൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു സാധാരണ വീടാണ്. അപ്പോൾ ഒരു ജോലി എനിക്ക് വേണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഡൽഹിയിലേക്ക് ഞാൻ ജോലിക്ക് വേണ്ടി പോയി. അന്ന് ഞാൻ ഫുൾ ടൈം ICPF-ന്റെ സ്റ്റാഫ് വർക്കർ ആയിട്ടില്ല. പക്ഷെ ഡൽഹിയിൽ അവിടെ ചെല്ലുമ്പോഴും അവിടെ ICPF-ന്റെ പ്രയർ ഗ്രൂപ്പുകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അന്ന് അവിടെ ഞാൻ പ്രോംപ്റ്റ് ഇന്റർനാഷണലിൽ ജോലി ചെയ്തുകൊണ്ട് ആയിരിക്കുമ്പോൾ, പക്ഷേ ഈ ഫുൾ ടൈമിലേക്ക് പോകണമെന്നുള്ള വിളി ഈ വീട്ടിന്റെ ഉത്തരവാദിത്വത്തെക്കാൾ എന്നെ ഭയങ്കരമായി മതിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവം നടത്തും എന്നുള്ള ഒരു വിശ്വാസത്താലാണ് ഞാൻ ആ ജോലി അങ്ങ് ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്ന് സാമ്പത്തിക ഭദ്രതകളൊന്നും അധികമില്ലാത്ത ICPF-ൽ ഞാൻ ജോയിൻ ചെയ്തു. ICPF-ൽ കിട്ടുന്നതും എൻ്റെ ജോലിയുടെ ഇൻകവുമായിട്ട് ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. ആ സമയത്താണ് വരുന്നത്. പിന്നെ അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഞാൻ സെമിനാരിയിലേക്ക് പോകുന്നതാണ്. അതും വലിയ രസമാണ്. ഞാൻ ഇതിനോടകം കേരളത്തിലെ ഒരു കൺവെൻഷൻ പ്രസംഗകനായി കഴിഞ്ഞിരുന്നു. ICPF-ലൂടെയും ഏഞ്ചലോസിലൂടെയും മറ്റ് പല നിലകളിലും ആയി കഴിഞ്ഞിരുന്നു. അപ്പം എന്നെ പഠിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ രണ്ട് അഭിപ്രായമാണ്. ഒന്ന്, പുള്ളി ഇനി എന്തോ പഠിക്കാനാന്നൊരു ചിന്ത, പഠിക്കാൻ വിടണ്ട, അത് ICPF-ന് ഒരു നഷ്ടമാണ്, ICPF വർക്ക് കിട്ടുന്നത്. അപ്പം ICPF തന്നെയുള്ള ചിലർ പറഞ്ഞു, അല്ല ജോൺ ഫിലിപ്പ് പോകണം. അങ്ങനെയാണ് ICPF എന്നെ സ്പോൺസർ ചെയ്ത് വിടുന്നത്. പക്ഷെ ഞാൻ പൂനെ പോകുമ്പോൾ ആ അഡ്മിഷൻ ഒരു മിറക്കിളാണ്. ഞാൻ പഠിക്കാൻ ഒരു പൂനെ യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് 15 വർഷം മുമ്പ് ഞാൻ ഒരു സഭാ നേതാവിനോട് എന്നെ അവിടെ പഠിക്കാൻ വിടാൻ റിക്വസ്റ്റ് ചെയ്തത് ഞാൻ ചെയ്തതല്ല. അദ്ദേഹം ഈ സ്റ്റേജിലെല്ലാം വിളിച്ചു പറയുമായിരുന്നു, നമുക്ക് ആളുകൾ വേണം, വിദ്യാഭ്യാസമുള്ളവരെ ഇന്നടത്ത് വിട്ട് പഠിപ്പിക്കണം, വന്നാൽ മതി, ഞങ്ങൾ വിട്ടോളാമെന്ന് പറയാൻ. ഇത് കേട്ട് ഇത് ചെയ്ത ഒരു സാധാരണക്കാരനായ ഞാൻ എപ്പോഴും എനിക്കൊരു ഉയർന്ന തലത്തിലേക്ക് പോകണമെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം ഞാൻ ചെന്നെങ്കിലും എന്നെ വിട്ടില്ല. എനിക്ക് വലിയ സങ്കടമായിപ്പോയി. അന്ന് ഒരു 6000 രൂപ മതി ഒരു വർഷത്തേക്ക് UBS-ൽ ആ സമയത്ത് ഫീസ് കൊടുക്കുക. ഞാൻ 15 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 15 വർഷം കാത്തിരിക്കുമ്പോൾ അതിനു മുമ്പ് എനിക്ക് ഞാൻ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് എല്ലാം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഞാൻ അവിടെ യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിലേക്ക് പോകുമ്പോൾ തീരുമാനമെടുത്തപ്പോൾ അവിടെ
MDiന് ആകെപ്പാടെ 7-8 പേർക്ക് അഡ്മിഷൻ ഉള്ളൂ. അപ്പം അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ഒരു കാരണം, ICPFന്റെ ഒരു മീറ്റിങ്ങിന് യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയിലെ ഡോക്ടർ യശയ എന്ന് പറയുന്ന ഒരാൾ വന്നു പഠിപ്പിക്കാൻ, ഒരു ക്ലാസ് എടുക്കാൻ. കോഴഞ്ചേരിലാണ് വന്നത്. അപ്പൊ അദ്ദേഹം ഞാനുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോൺ ഫിലിപ്പ്, യു ഹാവ് ടു കം ടു UBS. നീ UBS വരണം, നിനക്ക് അഡ്മിഷൻ കിട്ടും. അപ്പൊ അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ UBS റെക്കമെൻഡേഷൻ ഒന്നുമില്ല. എൻട്രൻസ് എഴുതണം, ഫീസ് വേണം, സ്പോൺസർ ചെയ്യണം, ഒരുപാട് കടമ്പകളുണ്ട്. അപ്പൊ ഞാൻ അപ്ലിക്കേഷൻ കൊടുത്ത് കോഴിക്കോട് ഒരു കൺവെൻഷൻ കഴിഞ്ഞ് വന്ന് കോട്ടയത്ത് ഒരു ലോഡ്ജിൽ കയറി താമസിച്ച് അവിടെ അന്നുണ്ടായിരുന്ന എൻട്രൻസ് എക്സാം അവിടെ ഒരിടത്ത് നടത്തുന്നുണ്ട്, അതിൽ കയറി എൻട്രൻസ് എഴുതി. എൻട്രൻസ് ചെയ്യാൻ പാസ്സായി. പക്ഷേ എന്റെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒന്നാമതാണ് വന്നത്. വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒന്നാമത്. അപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന കോട്ടയത്തുണ്ടായിരുന്ന ആളുകള് ഇന്ന് വളരെ പ്രസിദ്ധരായ പ്രസംഗകരും ഒക്കെ UBSൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഞാൻ ചെല്ലാതിരുന്നത് കൊണ്ട് ഇവർക്ക് മലയാളികൾക്കെല്ലാം വലിയൊരു സങ്കടം, അച്ഛൻ മാത്രം വന്നില്ലല്ലോ. അപ്പൊ അന്ന് വൈകിട്ട്, അന്ന് രാത്രിയിൽ ഒരു പ്രവാചകി, അദ്ദേഹം ഒരു പ്രവാചകയാണെന്ന് അവർക്ക് പോലും അറിയത്തില്ല, പക്ഷെ അവരൊരു നല്ല പ്രവാചകയാണ് എന്ന് പറഞ്ഞാൽ വലിയ മുഖംമൂടികളും ജാടകളും ഒന്നും ഇല്ലാത്ത ഒരാള് എൻ്റെ വൈഫിന്റെ വീട്ടിൽ വന്നു. അവരുടെ കുടുംബമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അവരുടെ പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. അവര് വന്നിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ഇരിക്കുകയാണ് വൈകിട്ട്, എന്ന് പറഞ്ഞു, ദൈവദാസനെ ചില പേപ്പറുകൾ ഞാൻ മാറ്റി എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ തമാശയായിട്ട് എൻ്റെ വൈഫിനോട്, ഷേർലിയോട് പറഞ്ഞു. എൻ്റെ വൈഫിന്റെ പേര് ഷേർലി എന്നാണ്. ഞാൻ പറഞ്ഞു, ശരിയാ, എന്റെ ആപ്ലിക്കേഷൻ എല്ലാം കൂടെ എടുത്ത് ചുരുട്ടി കൂട്ടി അവര് ടെസ്റ്റ് ബിന്നിലോട്ട് ഇട്ടിട്ടുണ്ട്. ഏതായാലും ഞാൻ ഇത് പറഞ്ഞിങ്ങനെ, കാരണം കിട്ടുകയില്ലാന്നിരിക്കുമ്പോൾ പിറ്റേ ദിവസം എനിക്കൊരു ഫോൺ വരികയാണ്. രജിസ്ട്രാറാണ് വിളിക്കുന്നത്. രജിസ്ട്രാർ വിളിക്കുന്ന ഇതാണ്, ആഫ്രിക്കയിൽ നിന്ന് വരേണ്ട ഒരു വിദ്യാർത്ഥി, അദ്ദേഹത്തിന് വിസ കിട്ടാതിരുന്നത് കൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള എന്നെ എടുത്തിരിക്കുന്നു എന്നുള്ളത്. എനിക്ക് വേണ്ട വിധത്തിലുള്ള ഡ്രസ്സുകൾ ഇല്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല, പണമില്ല, റിസർവേഷൻ ഇല്ല, ഒന്നുമില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന, എൻ്റെ വൈഫ് അന്ന് ജോലി ചെയ്യുന്നുണ്ട്, ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ചെറിയ ഒരു വരുമാനമുണ്ട്. എങ്കിലും 300 രൂപയുമായിട്ട് യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയിലേക്ക് ഞാൻ പോവുക. ലോകത്തിൽ ഒരു മനുഷ്യനായി ചിന്തിക്കാൻ ഒക്കുമെന്ന് എനിക്കറിയത്തില്ല. യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയിൽ വരുന്നവര് പാസ്റ്റർക്ക് ഒരു പക്ഷെ അറിയാമായിരിക്കും. 300 രൂപയാണ് എനിക്കുള്ളത്. ഞാൻ അവിടെ നിന്ന് പോയി അവിടെ ചെല്ലുമ്പോൾ പിറ്റേ ആഴ്ച അവിടെ ഒരു കൺവെൻഷൻ ഉണ്ട്. ആ കൺവെൻഷന് പൂനായിലെ ഐക്യ പെന്തക്കോസ്തുകാര് പ്രസംഗകനായിട്ട് എന്നെയാ വിളിച്ചിരുന്നത്. അതാണ് രസം. അപ്പൊ ആ പ്രസംഗം ഉദ്ഘാടനം ചെയ്യുന്നത് യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പളാണ്, ലീഡറും എല്ലാം ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാനാണ് പ്രസംഗിക്കുന്നത്. പാസ്റ്റർ ഒന്ന് ആലോചിച്ച് നോക്കി, എന്നെ കേൾക്കുന്നവരൊന്ന് ആലോചിച്ച് നോക്കി, പ്രിൻസിപ്പൾ അവിടെ ഇരിക്കുന്നു, 1ാം വർഷം പഠിക്കാൻ ചെന്ന വിദ്യാർത്ഥി പ്രസംഗിക്കുന്നു. ചുരുക്കത്തിൽ ഈ 300 രൂപയും കൊണ്ട് പോയ ഞാൻ തിരിച്ച് ആ സെമിനാരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുവാൻ 50,000 രൂപയാണ് എനിക്ക് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നത്. എൻ്റെ ഫീസ് ആളുകൾ കൊണ്ട് കൊടുത്തു. വീണ്ടും ഞാൻ പറയാ, പോകുന്നിടത്തൂടെ പോയാൽ ദൈവം നമ്മളെ നടത്തും. ഒരിക്കല് നാട്ടിലേക്ക് വെക്കേഷൻ എല്ലാവരും പോവുകയാണ്. ഞാനും കുഞ്ഞുങ്ങളും എൻ്റെ വൈഫും ഉണ്ട്. ഞങ്ങൾക്ക് വണ്ടിക്കൂലി ഇല്ല നാട്ടിലേക്ക് വരാൻ. എല്ലാവരും പോവുകയാണ്. 2 മാസം ഞങ്ങൾ അവിടെ കഴിയണം. എല്ലാവരും പോയി കഴിഞ്ഞാൽ അവസാനം ചെന്ന് അന്നത്തെ പോസ്റ്റ് ബോക്സ് നോക്കിയപ്പം ഞങ്ങൾക്ക് 4 പേർക്കും പോകുവാനുള്ള വണ്ടിക്കൂലി ഒരു കവറിനകത്തിൽ ആരോ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ആഴ്ച കഴിഞ്ഞ് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോയി. ദൈവം ഓരോ സ്റ്റെപ്പും നമ്മളെ നടത്തും എന്നുള്ള ആ ഉറച്ച വിശ്വാസം സെമിനാരി ജീവിതത്തിലാണ് എനിക്ക് കുറച്ചുകൂടി കിട്ടിയത്. ഓരോ സ്റ്റെപ്പും ഞാനന്ന് ആളുകളെ, സാധാരണക്കാരെയൊക്കെ സഹായിക്കുമായിരുന്നു. IPCക്കാരും ചർച്ച ബോർഡും
ചർച്ച ബോർഡും ഒക്കെ ആയിട്ട് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. എല്ലാ സഭകളുമായിട്ട് ബന്ധമുണ്ട്. ആ കൺവെൻഷനിലൂടെ വലിയ ബന്ധം എനിക്ക് കിട്ടി. ആളുകൾ എന്നെ വിളിക്കും. ആ കിട്ടുന്ന ഭൗതിക നന്മകളൊക്കെ എനിക്ക് ഫീസ് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഞാൻ നോക്കത്തില്ല. ബുദ്ധിമുട്ടുള്ള പലർക്കും കൊടുക്കുമായിരുന്നു. അവസാനം ബുദ്ധിമുട്ട് ഞാൻ കൊടുത്തവരുടെ പേരൊന്നും നോട്ടീസ് ബോർഡേ വന്നില്ല. എന്റെ പേര് നോട്ടീസ് ബോർഡേ വന്നു. എന്റെ പേര് നോട്ടീസ് ബോർഡേ വന്നു. എന്നെ അറിയാവുന്ന സ്നേഹിക്കുന്ന എന്നെ ആളുകളെല്ലാം ചൂടായി. അച്ഛൻ ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ട, അച്ഛൻ്റെ പേര് കൊണ്ടോട്ടോ, മാന്യമായിട്ട് ജീവിക്കേണ്ട ഒരാളല്ലയോ, അച്ഛൻ്റെ പേര് വന്നു. ഞാൻ പറഞ്ഞില്ല, ഇനിയും 2 ആഴ്ച ഉണ്ടല്ലോ, ഇനിയും 2 ആഴ്ച ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പറയട്ടെ, ഒരാൾ ഒരിക്കൽ UBSന്റെ ഓഫീസിൽ വന്നു. എങ്ങനെയോ വെളിയിലായത്, എങ്ങനെയോ ആരോ പറഞ്ഞിരുന്നു. ചെന്ന് ചോദിച്ചു, എത്ര രൂപ അദ്ദേഹം ഫീസ് തരാനുണ്ടെന്ന് ചോദിച്ചു. ഇത്ര രൂപ എന്ന് പറഞ്ഞു. എഴുതിയേക്കാൻ പറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഒരാളെ സഹായിച്ചത് കൊണ്ടും കുറഞ്ഞു ഒന്നും പോകത്തില്ല. നോട്ടീസ് ബോർഡിൽ പേര് വന്നുകൊണ്ടും ഒന്നും അൾട്ടിമേറ്റ് ഒന്നുമല്ല. ആ ഫീസ് മൊത്തം അദ്ദേഹം ചെക്ക് എഴുതി കോളേജിൽ കൊടുക്കുകയായിരുന്നു. ഞാൻ എക്സ്ക്യൂസ് പറയാനെ കൊണ്ട് അക്കൗണ്ട്സ് ഓഫീസിൽ ചെല്ലുന്ന ഉടനെ അദ്ദേഹം, ജോണ് നിന്റെ ഫീസ് എന്നേ തന്നു കഴിഞ്ഞു, ഈ വർഷത്തെ ഫീസ് കംപ്ലീറ്റ് തീർന്നു, നീ പോയി എന്തുവാന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. കൊണ്ട് ചെക്ക് എഴുതി. ഒരു ബ്ലാങ്ക് ചെക്കാണ് എൻ്റെ കൊണ്ടു തന്നത്. ബ്ലാങ്ക് ചെക്ക്. നമ്മൾ ബ്ലാങ്ക് ചെക്ക് കൊണ്ടു തന്നത് എനിക്ക് വേണേൽ എത്ര വേണം. അതൊരു കസ്റ്റംസ് ഓഫീസറാണ്. ഇന്നും അദ്ദേഹം ബോംബെയിലുണ്ട്. റിട്ടയർഡ് ആയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത്, സെമിനാരി ജീവിത അനുഭവങ്ങൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കൊടുത്ത പണം തിരിച്ചു തന്നിട്ടുണ്ട്. ഹച്ചിങ് സ്കൂളിൽ എന്ന് പറയുന്ന അന്ന് വരെ പൂനായിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മക്കളൊന്നും പോകത്തില്ല. എൻ്റെ മക്കൾ രണ്ടും ഹച്ചിങ് സ്കൂളിലാണ് പഠിച്ചത്. ജസ്റ്റ് അവര് മുഖത്തോട്ട് നോക്കിയിട്ട്, ഓക്കെ നിന്നോട് ഇനി ഒന്നും പറയാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ് അങ്ങ് എഴുതത്തേ ഉള്ളൂ. അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു വലിയ ഒരു ഡോറ് തുറന്നു കണ്ടത് സെമിനാരി എഡ്യൂക്കേഷനിലാണ്. അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നന്ദിയോടെ മാത്രമേ അത് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മളെ പുലർത്തും. ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മളെ നടത്തും. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. പ്രയാസങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ദൈവമാണ് നമ്മളെ നടത്തുന്നത്, ദൈവമാണ് നമ്മളെ വിളിച്ചത്, ദൈവമാണ് നമ്മളെ എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കും. ഓക്കെ. സെമിനാരി പഠനത്തിന് ശേഷമാണ് പിന്നെ ഉറാനിലും ഒക്കെ അല്ലേ? ഉറാനിൽ മാത്രമല്ലല്ലോ. അല്ല, ഉറാനിലൊക്കെ അതിന് മുൻപ് തന്നെ. ഡൽഹിയിൽ നിന്ന് ഞാൻ ജോലി റിസൈൻ ചെയ്ത് വരുന്നത് ഉറാനിലേക്കാണ്. ഓ ശരി. ഓക്കെ, ഉറാനിലേക്കാണ് വരുന്നത്. ഓക്കെ. അപ്പം നോർത്ത് ഇന്ത്യയുടെ മറ്റു പല ഭാഗത്തുണ്ടായിരുന്നോ? പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അതായത് ഞാൻ എൻ്റെ മാസ്റ്റർ ഓഫ് തിയോളജി മാസ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം നാഗപ്പൂരിൽ മിഷൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, സജി കെ ലൂക്കോസ്. അതും ഈ സെമിനാരി കാലത്ത് തന്നെ ഒരു വലിയ അത്ഭുതം അവിടെ നടന്നത്. ഇദ്ദേഹം എൻ്റെ ഒരു സ്നേഹിതനാണ്. ഇദ്ദേഹം ICPF ഞാൻ പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങളെല്ലാം ഒരേ പ്രായക്കാരും ഒക്കെയാണ്. അപ്പൊ ഇദ്ദേഹം വിവാഹം കഴിച്ചു കഴിഞ്ഞ ഉടനെ 2 അഡ്രസ്സ് വന്നു. അഡ്രസ് ഇൻ ഇന്ത്യ, അഡ്രസ് ഇൻ അമേരിക്ക. അദ്ദേഹത്തിന്റെ ഒരു കാർഡ് ഉണ്ടായിരുന്നു, ഒരു ചെറിയ കാർഡ്, ഒരു ന്യൂ ഇയറിന് എനിക്ക് അയച്ചത്. ഞാൻ ആ കാർഡ് എൻ്റെ ബൈബിളിൽ വെച്ചിരുന്നു, എൻ്റെ സ്നേഹിതനായതുകൊണ്ട്. അദ്ദേഹം പിൽക്കാലത്ത് നാഗപ്പൂരിൽ വന്ന് മിഷൻ ഇന്ത്യ എന്ന് പറയുന്ന ചെറിയ ഒരു സ്ഥാപനം തുടങ്ങി. അത് വളരെ വലിയ വിശാലമായ ഒരു സ്ഥാപനമായിട്ടും ബൈബിൾ കോളേജായിട്ടും ഹോസ്പിറ്റലൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പൊ അദ്ദേഹം, ഞാൻ MDU കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ എൻ്റെ പ്രൊഫസർ ക്രിസ്റ്റീന അലൈച്ചാമി എന്ന് പറയുന്ന ആ മാന്യ തമിഴ്നാട്ടുകാരി ആ മാഡം എന്നോട് പറഞ്ഞു, ജോണെ, നിനക്ക് ഇത്രയും പ്രായമായി, നിനക്ക് പഠിക്കാനുള്ള കുറച്ചുകൂടി ഇൻസൈറ്റ് ഉണ്ട്, നീ മാസ്റ്റർ എടുക്കാൻ ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്കുന്നു. അന്ന് വരെ ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം എനിക്ക് പണം തരാൻ ആരുമില്ല, സ്പോൺസർ ചെയ്യാൻ ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഫോമും വാങ്ങിച്ചോട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് സജി കെ ലൂക്കോസ് എന്ന് പറയുന്ന അദ്ദേഹം അവിടെ ഏതോ ആവശ്യത്തിന് വന്നിട്ട് ഇറങ്ങി വരും. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ ഈ ഫോം ഒപ്പിടാനെ കൊണ്ട് നടക്കുക, അതിനെന്തോ ഇഞ്ഞു കൊണ്ടുവരാൻ, ആ ഫോം ഇഞ്ഞുകൊണ്ടോ, ഞാൻ ഒപ്പിട്ട്. ഞാൻ പറഞ്ഞു, ഇത് കാശൊക്കെ കൊടുക്കണ്ട, കാശൊക്കെ കൊടുത്താൽ മതിയല്ലോ, അത് വലിയ കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഫോം ഇഞ്ഞു ഒപ്പിട്ട് തന്നു.
അങ്ങനെയാണ് ഞാൻ MTHന് പോകുന്നത്. അദ്ദേഹത്തെ ഒരിക്കലും അങ്ങനെ മറക്കാനൊക്കത്തില്ല. അപ്പൊ അദ്ദേഹം എന്നോട് അവിടെ വർക്ക് ചെയ്യണം എന്നൊരു ബോണ്ടോ ഒരു ഇതൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ഒരുപാട് പേരെ ലീഡർഷിപ്പിലേക്ക് കൈപിടിച്ചുയർത്തിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹം അതിനുശേഷം അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അവരുടെ മിഷൻ ഇന്ത്യയോട് ഞാൻ ചേർന്ന് പ്രവർത്തിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാനും ഹിന്ദിക്കാരോട് പ്രസംഗിക്കുവാനും ട്രെയിൻ ചെയ്യുവാനും ഒക്കെ ഒരു ചുരുങ്ങിയ സമയം ദൈവം എനിക്ക് അതിനുള്ള അവസരം നൽകി. നോർത്ത് ഇന്ത്യയിലെ മറക്കാനാവാത്ത അനുഭവങ്ങള്? നോർത്ത് ഇന്ത്യയിലെ മറക്കാനാവാത്ത ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ ദൈവാത്മാവ് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ ഒരു ഇതുണ്ട്. ഒരിക്കല് പൂനെക്ക് അപ്പുറത്ത് അഹമ്മദ് നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അഹമ്മദ് നഗർ. അപ്പൊ അഹമ്മദ് നഗറിലേക്ക് ഞാൻ ഒരു മീറ്റിങ്ങിന്, ഹിന്ദിക്കാരുടെ ഇടയിലുള്ള യോഗം, പ്രസംഗിക്കാനെ കൊണ്ട് റെഡി ആയിരിക്കുമ്പോൾ അവിടെ മറാത്തി ഒരു പെൺകുട്ടി ഒരു ദർശനം കാണുകയാണ്. ഒരു യോഗത്തിലിരിക്കുമ്പോൾ, ഒരു ഉപവാസ പ്രാർത്ഥന ഇരിക്കുമ്പോൾ, എന്നിട്ട് അവൾ പൊട്ടി നിലവിളിച്ച് കരയുക. അപ്പൊ പാസ്റ്റർ ചോദിച്ചു എന്തോ പറ്റി എന്ന് ചോദിക്കുന്ന അവള് പറയുന്നത്, ഇന്നത്തെ പ്രസംഗം വരത്തില്ല, അദ്ദേഹത്തിന്റെ മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു, അതുകൊണ്ട് പ്രസംഗകൻ വരില്ല. അപ്പൊ അവർക്കറിയാവുന്നവർക്കൊക്കെ വിളിച്ചു ചോദിച്ചു എന്തെങ്കിലും. ഒന്നുമില്ല, പുള്ളി വരുമെന്ന് പറഞ്ഞു. പക്ഷെ അവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു, എല്ലാം കഴിഞ്ഞു. എന്നാൽ ആ സമയത്ത് തന്നെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ സെമിനാരിയിൽ ഇരിക്കുന്ന അവസരത്തിൽ എൻ്റെ മോൻ എന്ന് കുഞ്ഞാണ്, 5 വയസ്സേ ഉള്ളൂ. അവൻ അടുത്ത് ചാരി വെച്ചിരുന്ന ഒരു ബൈക്കിൽ ഇങ്ങനെ ചെന്ന് പിടിച്ചു. ഇവൻ ഈ ബൈക്കിന്റെ അടിയിലായി, അതിനകത്തിൽ പെട്ടുപോയി. അപകടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഈ അപകടം നടന്ന സമയവും ഇവർ പ്രാർത്ഥിച്ച സമയവും കറക്റ്റാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞു, ചെന്നങ്ങോട്ട് പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോഴത്തേന് ഇവര് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ചോദിച്ച പാസ്വേഡ് ചെയ്യുന്നതുകൊണ്ട് അവര് ഡാൻസ് ചെയ്യുന്നത് ഈ സന്തോഷം കൊണ്ടാ, വരത്തില്ലെന്ന് വിചാരിച്ച കൊച്ചു മരിച്ചുപോയി. ഞാൻ ഈ അപകട വിവരം ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും അവര് ഭയങ്കര ഡാൻസും. പിന്നെ എനിക്ക് ഏകദേശം ഒരു 1/4 മണിക്കൂർ അവർ ആത്മാവിനെ ആരാധിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാ ഭാഷകളിലും ദൈവത്തിന്, അതൊരു വല്ലാത്ത ഒരു അനുഭവം. അതായത് ദൈവത്തിന് മറാത്തി ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും എവിടെ ആണെങ്കിലും ഒരു ചെറിയ ആ കാര്യങ്ങൾ പോലും ആളുകൾക്ക് വെളിപ്പെടുന്നു. ആത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു, ആത്മാവ് ഇന്നും സജീവമാണ്. അതൊരു വലിയ അനുഭവമായിരുന്നു എനിക്ക്. അതെ സാറേ, അതിനകത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ദൈവം ഒരാളെ അവിടെ ഉപയോഗിക്കുന്നു. അതെ അതെ അതെ, ദൈവരാജ്യം പലപ്പോഴും അങ്ങനെ പ്രവർത്തിക്കുന്നത് അല്ലേ? അതെ അത് തന്നെ. ഇടിവിൽ നിൽക്കുക, ഇന്റർസെഷണറി പ്രയർ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അത് ചടങ്ങാകരുത്, അത് ഹൃദയത്തിൽ നിന്നുള്ളതാകണം എന്നേ ഉള്ളൂ. അത് അവര് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ മലയാള കരയിൽ നിന്നുള്ള വേദപുസ്തകമൊക്കെ അരച്ച് കലക്കി കുടിച്ച ഒന്നുകൂടെ ആത്മീക നിലവാരങ്ങളിൽ ഒരു ഔന്നത്യമൊക്കെ പ്രാപിച്ചവരെന്ന് അഭിമാനിക്കുന്ന മലയാളിക്ക് വേണ്ടി ഒരു മഹാരാഷ്ട്രീയനാകുന്ന ഒരു വ്യക്തിയെ നമ്മളെപ്പോലൊന്നും ഒരുപക്ഷെ നമ്മുടെ അളവുകോൽ വെച്ച് അളന്നാൽ ആ സ്പിരിച്വൽ ഹൈറ്റ് ഒന്നും ഇല്ലാത്ത ഒരാളിനെ ദൈവം ദർശനങ്ങൾ കാണിച്ച് ആ സഭയെ ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ, അല്ല, അതെ, നമ്മൾ മനസ്സിലാക്കുമ്പോഴേ നമ്മൾ ഈ ഹൈറ്റ് എന്ന് അളക്കുന്ന ആ അളവ് നമ്മുടെ നോളജ്, നമ്മുടെ ട്രഡീഷൻ, ഇതൊക്കെ വെച്ചാണ് നമ്മുടെ അളവുകോൽ എന്ന് പറയുന്നത്. നമ്മുടെ അളവുകോൽ എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷൻ, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ എവിടെ പഠിച്ചു, ഇതൊക്കെയാണ് നമ്മുടെ ഇതെന്ന്. പക്ഷെ ദൈവത്തിന്റെ അളവുകോൽ ഇതൊന്നും അല്ല. ഇതെല്ലാം മനുഷ്യന് ഒരു ആവശ്യമായിട്ടിരിക്കും. ഉദാഹരണം, ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ വീണ്ടും പറയാം. വീണ്ടും നമ്മൾ പഴയതിലേക്ക് മടങ്ങിപ്പോയാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തൃശ്ശൂർ ICPFന്റെ വർക്ക് ചെയ്യുമ്പോൾ എന്നെ ഒരു സഭയെ വിളിച്ചു, ഗസ്റ്റായിട്ട് വിളിച്ചതാ, പ്രസംഗിക്കാൻ വിളിച്ചതാ. അപ്പൊ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ അവിടെ ഒരു പാവപ്പെട്ട ഒരു സഹോദരി കൂലിവേലയൊക്കെ ചെയ്യുന്നവരാണ്. ഒരു പഴയ സാരിയൊക്കെ കൊടുത്ത് അതിന്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ പ്രസംഗിക്കാൻ അങ്ങോട്ട് എഴുന്നേറ്റതുമല്ല, അവരെന്നോട് ചോദിക്കാം, നീ ആര്? ഒരു ചോദ്യമാണ്. പിന്നെ അനക്കമൊന്നുമില്ല. പിന്നെ അവരിങ്ങനെ ഇരിക്കുക. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരും. നമ്മളെ ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കുന്നു, ഇവര് ചുമ്മാ നീ ആര് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ അവസാനം അവര് പറഞ്ഞു, നിന്നെ ഞാന് പല ഭാഷക്കാര് പഠിക്കുന്ന വേദപാഠശാലയിലൂടെ കയറ്റി ഇറക്കി നിന്നെ ഞാൻ പല ഭാഷക്കാരെ പഠിപ്പിക്കുന്ന ഒരാളാക്കുമെന്ന് പറഞ്ഞു. ഓർക്കണം, നമ്മുടെ ഔന്നത്യം എന്തോ?
നമ്മുടെ ഔന്നത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറെ പോയി കൊണ്ടുവരണം, ഗസ്റ്റിനോട് മിണ്ടരുത്, മര്യാദയ്ക്ക് ഇരിക്കണം, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഈ പാവപ്പെട്ട സഹോദരി അവിടാണ് എൻ്റെ ലൈഫിനെ ആകെ മറിക്കുന്നത്. ഞാൻ പുറകോട്ട് നോക്കുമ്പം എൻ്റെ ലൈഫിനെ ആ അവിടാണ് തുടങ്ങുന്നത്. ഞാൻ ബഹുഭാഷക്കാരുടെ ഇടയിൽ തന്നെ ചെന്നേ. ഞാൻ ബഹുഭാഷക്കാരുടെ ഇടയിൽ ചെന്നപ്പോ അവിടെ പേപ്പർ മാറ്റുന്ന അതും ദൈവം അറിയുന്നേ. ആ പേപ്പർ മാറ്റി മറ്റൊരുത്തനെ മാറ്റി എന്നെ ഒരുത്തനെ ഇവിടെ കൊണ്ടുവരും, അതും ദൈവം അറിയുന്നേ. അപ്പൊ നമ്മൾ പറയുന്ന ഈ ഔന്നത്യങ്ങൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഔന്നത്യങ്ങളല്ല. അത് വേണ്ടാന്നും അതിനെ നിഷേധിക്കണമെന്നും വേറെ ഒരു എക്സ്ട്രീം സൈഡിലേക്ക് പോകണമെന്നും അല്ല ഞാൻ പറയുന്നത്. പഠിക്കണം, ഞാൻ പഠിത്തത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്, ആവശ്യം പോലെ പഠിക്കണം. പക്ഷെ അതല്ല, അതിനപ്പുറത്തൊരു ഔന്നത്യമുണ്ട്, അതിലൂടെ നമ്മൾ പോകാവൂ. അതെ സാറേ, കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. മറക്കാനാവാത്ത അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് അറിയാം. അതെ, ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പഠനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് ദൈവികമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന്, ഞാൻ സെമിനാരിയിൽ ചെല്ലുമ്പോൾ അവിടെ പഠിക്കുമ്പം എനിക്ക് കുഞ്ഞുങ്ങളെ വലിയ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാനുള്ള പണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബാക്ക് സപ്പോർട്ടോ ഒന്നും തരാൻ എനിക്ക് ആളുകൾ കുറവായിരുന്നു. അതിനുള്ള സാമ്പത്തിക നില കുറവായിരുന്നു. പക്ഷെ അന്ന് ഞാനൊരു സ്കൂളിൽ ചെന്ന് മോളെ ചേർത്തിട്ട് വരുന്ന അവസരത്തിൽ, അന്ന് 900 രൂപ മതി, 900 രൂപയുടെ ഒരു ഇതേ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്ന ആ സ്കൂളിന്റെ ആൾ, ഒരു ചെറിയ സ്കൂളാണ്, എല്ലാം നോക്കിയിട്ട് എൻ്റെ അടുത്ത് നിന്ന് 900 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ അന്ന് പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപികയുടെ കയ്യിൽ ആ 900 രൂപ തിരിച്ചു കൊടുത്തു വിട്ടു. തിരിച്ചിഞ്ഞ് കൊടുത്തു വിട്ടു, പൈസ വാങ്ങിച്ചു. എൻ്റെ മോടെ അഡ്മിഷൻ എന്ന് പറയുന്നത് അത് സ്കൂളില് കോളേജുകളിലെ ഒക്കെ, അവള് നാഗപ്പൂരിൽ നിന്ന് ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മോള് 10ാം ക്ലാസ്സിലോട്ട് കയറുകയാണ്. അപ്പൊ അവിടെ അഡ്മിഷന് വന്ന് എല്ലാം ചോദിക്കുമ്പം എങ്ങും അഡ്മിഷൻ കിട്ടത്തില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ ഒരു സാറ് പറയാണ്, നീ ഒരു ഭാഗ്യവതിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുക, എന്തോ അതിന്റെ കാരണം ദുബായിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി അന്ന് ആ ക്ലാസ്സിൽ നിന്ന് അപ്പന്റെ അമ്മയുടെയും കൂടെ ഇരിക്കാൻ അവൾക്ക് വിഷമമുള്ളത് കൊണ്ട് അവളെ അവിടുന്ന് ടീസി വാങ്ങിച്ച് ദുബൈയിലേക്ക് തിരിച്ചുകൊണ്ട്. നോക്കണം, നമ്മുടെ ആ ടൈം പോലും എത്ര കൃത്യമായിട്ടാണ് ദൈവം തമ്പുരാൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് അവൾ അവിടെ പഠിക്കുവാൻ. നേഴ്സിങ്ങിലേക്ക് വന്നപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, നല്ല നേഴ്സിംഗ് സ്കൂളുകളിൽ പഠിക്കണം. അപ്പൊ ഞാനന്ന് ഏഷ്യൻ ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടിരിക്കുമ്പോൾ അവിടുത്തെ ആളുകളൊക്കെ ചോദിക്കും, എങ്ങനെയുണ്ട് മോള്? ഞാൻ പറഞ്ഞു, മോളെ എവിടെങ്കിലും വിട്ട് പഠിപ്പിക്കണം. അപ്പം ലുധിയാന CMCയിലെ ഫോം എല്ലാം ഇഷ്യൂ ചെയ്യുന്നത് ഡേറ്റ് കഴിഞ്ഞു. അപ്പൊ ഞാനിത് പറയുന്ന ഉടനെ അത് കേട്ട ആളെന്നോട്, അതിന് തന്നെ സാറിന് ഒരു ഫോം അല്ലേ ആവശ്യമുള്ളൂ, ഒരു ഫോം ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ ഒരു കസിൻ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവര് ഫോം വാങ്ങിച്ചുകൊണ്ട് തന്നു. അങ്ങനെ ലുധിയാന ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണ് മോള് പഠിക്കുവാനെ കൊണ്ടിടയായിത്തീരുന്നത്. മോനും അങ്ങനെ തന്നെ ജോലിയോടുള്ള കാര്യത്തില് പൂന സിംബയോസിസ് കോളേജിലാണ് പഠിച്ചത്. അവിടെയും അഡ്മിഷൻ നല്ല നിലയിൽ തന്നെ ലഭിക്കാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഇടയാക്കി തീർന്നു. അങ്ങനെ അവരുടെ വിദ്യാഭ്യാസത്തിലും ഇതെങ്ങനെ നടക്കും എന്ന് പോലും എനിക്കറിയൂ. എല്ലാം ഒരു സ്വപ്നം പോലെ എന്നുള്ളത് പോലെ മാത്രമേ പറയാൻ കഴിയൂ. ദൈവം നടത്തിയ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുന്നത്, എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ചിലതങ്ങ് വിട്ടുപോവുകയാണ്, ചിലതങ്ങ് മാഞ്ഞു പോവുകയാണ്, ചിലത് പറയാതെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ദൈവം നടത്തിയ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുണ്ട്. എഴുത്തുകാരൻ, പ്രസംഗകൻ എന്ന നിലകളിൽ അല്ലേ, പല പീരിയോഡിക്സിലൊക്കെ ലേഖനങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ ഒരു സമകാലിക സമൂഹത്തിൻ്റെ ചലനങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന വ്യക്തി എന്ന നിലയിൽ, പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ചലനങ്ങൾ നിരീക്ഷിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പെന്തക്കോസ്ത് സമൂഹത്തിന്റെ 1, 2, 3 കാര്യങ്ങൾ അതിൽ ഒന്ന് പറയാറുണ്ട്. ആളുകള് ബൈബിളിനോട് അടുക്കണം. ഈ ചർച്ചിനോട് അടുത്ത്, സംഘടനകളോട് അടുത്ത് നിന്നാൽ പോരാ. അത് രണ്ടാമത് വരുന്നതാണ്. സംഘടനകൾ നമുക്ക് ആവശ്യമാണ്, വേണ്ടാന്ന് ഞാൻ പറയുന്നത്.
എന്നാൽ ബൈബിളിനോട് എടുക്കണം. ബൈബിൾ ടീച്ചിങ്, കർത്താവ് എന്താണ് പഠിപ്പിച്ചത്, അത് ആ പഠിപ്പിരുന്ന് സഭകളിൽ കുറവാണ്. അതാണ് സഭയുടെ ഒരു 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 ഇത് ഞാൻ കണ്ടത്. ആ ടീച്ചിങ് ഇന്ന് ഇത് കുറഞ്ഞുപോയി. ആ ടീച്ചിങ് കുറഞ്ഞുപോയി. അതാണ്. പിന്നെ ഈ പ്രസംഗത്തെ സംബന്ധിച്ച് നമ്മൾ പെന്തക്കോസ്ത് പ്രസംഗങ്ങളെ സംബന്ധിച്ച് ഞാനൊരു പ്രസംഗകൻ എന്നുള്ള നിലയിലും നിരീക്ഷകൻ എന്നുള്ള നിലയിലും ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ പ്രസംഗങ്ങൾ നമ്മൾ വിലയിരുത്തുന്നത് ആ പ്രസംഗകന്റെ വാക്ചാതുര്യം അനുസരിച്ചാണ്. റെറ്ററിക് എന്ന് പറയും. റെറ്ററിക് അതൊരു പഴയ ഗ്രീക്ക് സംവിധാനമാണ്. റെറ്ററിക്, വാക്ചോദ്ധാടനം എന്ന് പറയുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ഈ ആളിന്റെ കഴിവ് മനസ്സിലാക്കുന്നത്. മിക്ക പ്രസംഗകരും, നല്ലൊരു വിഭാഗം, എല്ലാവരും അല്ല, വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം, എല്ലാവരും അല്ല, വേദപുസ്തകത്തെ തെറ്റായിട്ടാണ് പ്രസംഗിക്കുന്നത് പലപ്പോഴും. അത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു പ്രത്യേകമായ ഉദ്ദേശം സാധിക്കുന്നതിന് വേണ്ടി അവരതിനെ വ്യാഖ്യാനിക്കുക. ഇപ്പൊ ഉദാഹരണം, എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഒരാള് കൊലോസ്യ ലേഖനത്തിലുണ്ട്, ആകയാൽ വാവ് പ്രത്യേക ദിവസങ്ങളെ ഇവയൊന്നും നിങ്ങളെ ആചരിക്കരുതെന്നുണ്ട്. അപ്പൊ നമ്മളിത് കണക്ട് ചെയ്യുന്നത് ഒരു ബർത്ത്ഡേ പാർട്ടിയുമായിട്ടാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത്. പക്ഷെ ആ കണക്ഷൻ തെറ്റാണ്. അത് തെറ്റാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അപ്പൊ അത് പ്രസംഗകൻ ഇത് പറഞ്ഞ് ഇങ്ങനെ തലയൊക്കെ കുലുക്കി ഏതാണ്ട് ഭയങ്കര സംഭവമാണ് പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഇത് എങ്ങനെയാ തെറ്റ്? ഇത് യഹൂദന്മാർക്ക് ദിവസങ്ങൾ പ്രത്യേകത ഉണ്ടായിരുന്നു, സമയങ്ങൾ പ്രത്യേകത. നീ ഇത്ര നാളിൽ ഇത് ചെയ്യണം, ഇത്ര നാൾ ഇത് ചെയ്യണം. പെന്തിക്കോസ്തുകാർക്ക് അങ്ങനെ അങ്ങനെ പ്രത്യേക ദിവസങ്ങളും മാസങ്ങളും ഒന്നുമില്ല. അപ്പൊ നമ്മളിപ്പോ അപ്പം ഇത് കണക്ട് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നതോ ആഘോഷിക്കാതിരിക്കുന്നതോ അല്ല ഞാൻ പറഞ്ഞത്, കണക്ട് ചെയ്യുന്നത് തെറ്റിപ്പോകും. അതുപോലെ സങ്കീർത്തനം വായിക്കുമ്പം ആ സങ്കീർത്തനം വായിക്കുന്നതിനകത്തൂടെ ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്, ഇത് ഇവിടെ നിന്ന് ഇവിടത്തോട്ട് ഓടിപ്പോയപ്പോൾ എഴുതിയതാണ്, പിന്നെ വെട്ടും കുത്തുമാണ് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ സഭായോഗങ്ങളിൽ. പിന്നെ ഇങ്ങനെയുള്ള കാര്യമാണ് വരുന്നത്. അത് പാടില്ല. ആ സങ്കീർത്തന അകത്തിൽ തന്നെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു പ്രസംഗകൻ പ്രസംഗിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആളിന് എന്ത് പ്രയോജനം ഉണ്ടാകും, അതാണ് പ്രസംഗകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. സഭായോഗം മുതൽ സംസ്ഥാന കൺവെൻഷൻ വരെ പ്രസംഗകൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കേൾക്കുന്നവർക്ക് എന്ത് പ്രയോജനം ഉണ്ടാകും. അവിടെ പ്രസംഗകൻ പലപ്പോഴും പരാജയപ്പെടും. അതാണ് പ്രസംഗത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ ചിലപ്പം വിവാദമായിട്ടൊരു പക്ഷേ വന്നേക്കാം. അതുപോലെ പ്രസംഗകര് ഈ അമിതമായ ഞാൻ മറ്റുള്ളവർക്കാരെല്ലാം വിശുദ്ധനാണെന്നും പറഞ്ഞ് വചനം പ്രസംഗിക്കുന്ന സമയം അന്യഭാഷ പറഞ്ഞു തീർക്കുക, ഡെസ്കേലടിച്ച് ബഹളം ഉണ്ടാക്കുക, അങ്ങനൊന്നും ഉള്ള അതൊരു ആത്മീയ രക്ഷണത്തിന്റെ ഇതായിട്ടൊന്നും നമ്മൾ കരുതാൻ പാടുള്ളതെന്നല്ല, അതല്ല. അതുകൊണ്ടൊരു മറ്റൊരു രീതിയിലേക്ക് ആളുകളെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ അതല്ല. അപ്പൊ അതുകൊണ്ടുള്ള അപകടം എന്താണെന്ന് അറിയാമോ? ശരി പറയുന്നവരെ ഒറ്റപ്പെടുത്തിക്കളയും. അത് ഞാൻ പലയിടത്തും അനുഭവിച്ചിട്ടുണ്ട്. ശരി പറയുന്ന ആളുകൾ, അവർക്ക് അതിനുള്ള പ്രാപ്തിയില്ല, ഇതാണ് എന്ന് പറയാൻ അവർക്ക് അറിയത്തുമില്ല. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യും. അതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു വിഷയം. ഇപ്പം ആരാധന എടുക്കുമ്പോൾ ആരാധന എന്ന് പറയുന്നത് അന്യഭാഷയാണ്. എന്നാൽ ആരാധനയിൽ അന്യഭാഷയുണ്ട്. ദാറ്റ്സ് എ ഡിഫറൻസ്. ആരാധനയിൽ അന്യഭാഷയുണ്ട്, എന്നാൽ ആരാധന എന്ന് പറയുന്നത് അന്യഭാഷയല്ല. സാറേ, എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയാം ഇടയ്ക്ക്. ഞാൻ പലപ്പോഴും ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ നമുക്കറിയാമല്ലോ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വിശ്വാസികളുണ്ട്. ഇപ്പം പുറത്തുനിന്ന് പുതുതായിട്ടൊരു 2-3 പേര് വന്നിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ എൻ്റെ ഒരു പെട്ടെന്നൊരു കൺസേൺ ഉള്ളത്, ആദ്യമായിട്ട് ചർച്ച വന്നു, നാളെ വരണമെന്നില്ല, ഇന്നത്തെ സന്ദേശം അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയെ സ്പർശിക്കണമെന്നാണ്. അപ്പം അങ്ങനെ ഇപ്പം അവിടെ പാടുന്ന പാട്ടുകൾ എല്ലാം ആ ഒരു കാര്യത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതായിരിക്കണം, നമ്മുടെ ആ ഒരു ആഗ്രഹത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതായിരിക്കണം. പക്ഷെ ചിലപ്പോൾ സംഭവിക്കുന്നത് ഇവരുമായിട്ട് ഒട്ടും റിലേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള പാട്ടുകളും ആരാധന ശൈലിയും കാണുമ്പോൾ ഞാൻ ഡിസ്റ്റർബ്ഡ് ആകാറുണ്ട്.
എന്റെ Yeah, മനസ്സിൽ അത് വിഷമമുണ്ട്. ഡിസ്റ്റർബ് എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് എന്റെ മനസ്സിൽ വിഷമം ഉണ്ടാകാറുണ്ട്. കർത്താവ് ഇവർക്ക് എന്തോ മനസ്സിലാകും. ഏഹ് yeah, കാരണം നമ്മളെപ്പോഴും നമ്മളുടെ ഹൃദയത്തിലെ ആഗ്രഹം ആത്മാക്കൾ വിടുവിക്കപ്പെടണം. ചർച്ചിൽ ഒരു പക്ഷെ ഒരാൾ വരുന്നത് ഒരു പലപ്പോഴും അങ്ങനെ സാറേ ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ടായിരിക്കും. ഇനി ഇതൊന്ന് ശ്രമിച്ചു നോക്കാം, ഇതുകൂടെ കഴിച്ചിട്ട് ജീവിതം ഇല്ലെന്നൊക്കെ ചിന്തിച്ച് ചർച്ച വരുന്നവരുണ്ട്. അതെ അതെ ഒരു ലാസ്റ്റ് റിസോഴ്സ് ആയിട്ട് ചർച്ചിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആഗ്രഹം കർത്താവെ ഇത് മിസ്സാകല്ല, അവർ വന്നു നീ അവരെ തൊടണമെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ ഈ പഴയ ഒരു സ്റ്റൈലിലുള്ള വലിയ സ്പീഡിൽ പാടുന്ന പാട്ടൊക്കെ പാടി ബഹളം വെക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഇവർക്ക് എന്തെങ്കിലും മനസ്സിലാകുമോ, ഇവരെന്ത് ചിന്തിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാറ് അത് പറഞ്ഞതുമായിട്ട് കണക്ട് ആയതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതാ. അത് സംഭവിക്കുന്നത് ആരാധനയില്ലേ, ആസ് എ പാസ്റ്റർ, ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ തന്നെ ഞാൻ പറയാം, അത്ഭുതങ്ങൾ ഉണ്ടാകണം. അത്ഭുതങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മുടന്തൻ എഴുന്നേറ്റ് ഓടുകയോ അല്ലെങ്കിൽ ചെവി കേൾക്കാൻ വയ്യാതെ കേട്ടെന്നോ അതും സംഭവിക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. എന്നാൽ ആരാധനയ്ക്ക് വരുന്നവർ വിവിധ നിലകളിലുള്ളവർ വിവിധ പ്രശ്നങ്ങളുമായിട്ടാണ് വരുന്നത്. അപ്പോ ആ പ്രശ്നങ്ങൾക്ക് അവര് പാസ്റ്ററോട് പറയാത്തത് കാണും, പിന്നെ വിശ്വാസിയോട് പറയാത്തത് കാണും, ഇവരുടെ ഉള്ളിൽ തന്നെ സംഗ്രഹിച്ചിരിക്കുന്നത് കാണും. ആ പ്രശ്നത്തിന് ഒരു പാട്ടിലൂടെയോ ഒരു പ്രസംഗത്തിലൂടെയോ തീർച്ചയായിട്ടും ഇവർക്ക് മറുപടി ലഭിക്കണം. അതാണ് പഴയ നിയമത്തിൽ നമ്മൾ പിന്നെ അവളുടെ മുഖം വാടിയില്ല. പിന്നെ അപ്പൊ ആരാധന എന്ന് പറയുന്നത് ഈ ഇവിടെ വന്നിട്ട് കുറെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് പോകുന്നതല്ല ആരാധന. അവരുടെ ഒരു പ്രശ്നത്തിന്, അപ്പൊ അതിന് വിശ്വാസികളുടെ ഒരു റോളുണ്ട്. പുതിയ ആളുകൾ വരുമ്പോൾ പാസ്റ്ററുടെ ഒരു റോളുണ്ട്. ചില പാസ്റ്റർമാർ ചെയ്യുന്നത്, വിശ്വാസികൾ ഇപ്പൊ ആരെങ്കിലും ഒരാൾ ആഭരണം ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ, സപ്പോസ് അവർ പൊതുവെ ഒരു വിശ്വാസത്തിലുള്ളവരായിരിക്കും, ആഭരണം ഇട്ടുകൊണ്ട് വരിക, അതിനെ തന്നെ വിരച്ചുകൊണ്ട്, അങ്ങനെ പാസ്റ്റർമാർ ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ അത് ചെയ്യരുത്. കാരണം അവർ വരട്ടെ. ഇപ്പൊ നമ്മൾ ചർച്ച് ഗ്രോത്ത് പ്രിൻസിപ്പിൾ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ രീതി പഠിക്കുമ്പോഴും അവരെ അവിടോട്ടൊന്നും ഇരിക്കട്ടെ. അല്ലാതെ അവരെ പിന്നെ അവർക്ക് അങ്ങനെ തോന്നി ഇങ്ങനെ തോന്നി, പുറപ്പാട് പുസ്തകത്തിൽ അന്നാൾ മുതൽ അവർ ആഭരണം ധരിച്ചതുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നത് അത് ശരിയല്ല. അതുകൊണ്ട് ശുശ്രൂഷ രംഗത്ത് ആ നിലയിൽ വിശ്വാസികളും ശുശ്രൂഷകരും പെന്തക്കോസ്ത് ലോകത്ത് കൂടുതൽ പരിജ്ഞാനം പ്രാപിക്കണം. സാറിന് ശുശ്രൂഷകളിൽ ഏറ്റവും കൂടുതൽ ജനത്തെ ബോധ്യപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള വിഷയം ഏതാണ്? ഈ കാലഘട്ടത്തിലെ നമ്മുടെ സഭകൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം, ഏറ്റവും കൂടുതൽ വേണമെന്ന് സാർ ആഗ്രഹിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കുറവുള്ളത് ഏത് ഭാഗമാണ്? അത് നികത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് ഏതൊരു ഭാഗമാണ്? ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ കർത്താവ് പഠിപ്പിച്ചതുപോലെയും ലേഖനങ്ങളിൽ സ്ലീഹന്മാർ എഴുതി നമ്മളെ പഠിപ്പിച്ചതുപോലെയും അത് പ്രായോഗികമാക്കുവാൻ, കാണാതെ പഠിക്കാനല്ല, പ്രാക്ടിക്കലി. കാരണം കർത്താവ് കർത്താവിന്റെ പ്രസംഗം എന്ന് പറയുന്നത് നോട്ട് സിമ്പിൾ വേർഡ്സ്. കർത്താവ് ഒരു കുഷ്ഠരോഗിയെ തൊട്ടു എന്ന് പറയുമ്പം കർത്താവ് ഒരു പ്രസംഗം നടത്തുകയായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. പൗലോസ് പറയുന്ന ലേഖനങ്ങളിൽ പറയുന്ന ഒരു കാര്യം, യാക്കോബ് ലേഖനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ പ്രായോഗികമാക്കാൻ നമ്മൾ പരാജയപ്പെടുന്നു. എൻ്റെ ജീവിതത്തിലെ പണ്ട് മുതലുള്ളതും ഇപ്പോഴുള്ളതും ആയിട്ടുള്ള ആ മൊത്തത്തിലുള്ള ശ്രമം മനുഷ്യർ ക്രിസ്തു പഠിപ്പിച്ച, പുതിയ നിയമം പഠിപ്പിച്ച ജീവിത ശൈലിയിലേക്ക് മടങ്ങണം. അതിൽ റൂട്ടഡ് ആകണം. അത് പ്രസംഗിച്ചാൽ പോരാ. നമ്മൾ ചിലപ്പം നന്നായി പ്രസംഗിക്കുന്നവർ കാണുന്നത്, നന്നായിട്ട് അത് കൈകാര്യം ചെയ്യുന്ന ഒരു ആളുകളെ കാണും. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, നമ്മുടെ സഭകളിലെ ഒരു സാധാരണക്കാരനായ ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ, സാധാരണക്കാരായ ഒരാളെ വളരെ ദുഃഖത്തോടെ ഞാനത് പറയുന്നത്, എന്നോട് ആളുകൾ പറഞ്ഞിട്ടുള്ളത്, ഒരു സാധാരണ നാട്ടിലെ ഒരു ടാപ്പിംഗ് തൊഴിലാളി, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി, ഒരു ടാക്സി ഡ്രൈവർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൂലി ചെയ്യുന്ന ഒരാള് ചെന്ന് കഴിഞ്ഞാൽ ആ സഭ അവരോട് എങ്ങനെയാണ് അവരെ കാണുന്നത്? പാസ്റ്റർ അവരെ എങ്ങനെയാണ് കാണുന്നത്? തെറ്റാണത്. ഇത് പാപമല്ലേ? അപ്പൊ അത് ആ സഭയിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ, സഹോദരന്മാരെ അങ്ങനല്ല, അവരൊരു സാധാരണക്കാരാണ്, സാമ്പത്തിക നില അനുസരിച്ചല്ല നിങ്ങൾ ആളുകളെ കാണേണ്ടത്. അതിന്റെ അർത്ഥം പണം വേണ്ടെന്നാണ്, പണക്കാരില്ലായ്മ വേണം, അങ്ങനല്ല.
പക്ഷെ കർത്താവ് എപ്പോഴും ചെയ്തത് സാധാരണക്കാരോട് ഒരു പരിഗണന എപ്പോഴും കർത്താവ് കൊടുത്തിരുന്നു. സാധാരണക്കാരൻ ഇപ്പൊ ഒരു ചർച്ചിൽ ഒരു പഴയ നിയമം നോക്ക്, പുതിയ നിയമം നോക്ക്, ഈ ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണന പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. പരദേശികളാണെങ്കിൽ അവരെ ഉപദ്രവിക്കരുത്, അവർക്ക് കൊയ്യുന്ന ഉടനെ അവർക്ക് പെറുക്കാൻ വേറെ മാറ്റിയിട്ടിരിക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിധവകളായിട്ടുള്ളവരെ അവരെ സംരക്ഷിക്കണം. അല്ലെങ്കിൽ ഒരുത്തനെ എന്തെങ്കിലും പ്രശ്നം ഒരിടത്തോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു ചർച്ച് എന്ന് പറയുന്നത് ശവമടക്കാനും കല്യാണം നടത്താനും ബാപ്റ്റിസം നടത്താനുമുള്ള ഒരു സംഘടന മാത്രമല്ല. അതിനപ്പുറത്ത് ചർച്ചിനൊരു തലമുണ്ട്. സാധാരണക്കാരനെ സ്നേഹിക്കുന്ന, കുഷ്ഠരോഗിയെ തലോടുന്ന, വീടില്ലാത്തവന്റെ അടുത്തേക്ക് ചെല്ലുന്ന, ഇരിക്കുന്ന ആ ഒരു തലം സഭയ്ക്കുണ്ടെന്നുള്ളത് സഭ വിസ്മരിക്കാൻ പാടില്ല, ശുശ്രൂഷകർ വിസ്മരിക്കാൻ പാടില്ല. ഞാൻ അതിനോടുള്ള ബന്ധത്തില് പ്രാക്ടിക്കലി ഉള്ള ഒരു കാര്യം കൂടെ പോയി. ഞാൻ ഉറാനിൽ പാസ്സായിട്ട് വരുന്ന അവസരത്തിൽ, ഉറാനില് പാസ്സൊക്കെ അറിയാമായിരിക്കും, ബോംബെയുടെ അങ്ങനെ സ്ഥലമല്ല, ഇപ്പൊ അത് ഒരുപാട് വികസിച്ചു. ഞാൻ അവിടെ വരുമ്പോൾ അന്ന് വികസിച്ചിട്ടില്ല, അല്ല ഈ വേപ്പണും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അന്ന് ONGCയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഈ കുറച്ച് ലേബേഴ്സ് വരും, മലയാളികളും ഉണ്ട് അതിനകത്തിൽ, തമിഴ് ആളുകളുണ്ട്. അപ്പൊ അവിടെ ഒരു പാസ്റ്റർ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കാൻ ഒരു കസേരയില്ല. അപ്പൊ ഒരാൾ ഒരു ബാച്ചുലർ ആണല്ലോ, അറിയാമല്ലോ അവിടുത്തെ ജീവിതം. അപ്പൊ ഒരാൾ കാപ്പിപ്പൊടി വാങ്ങിക്കാൻ പോകും, ഒരാൾ തേയില വാങ്ങിക്കാൻ പോകും. പക്ഷെ ഞാൻ അവിടെ ഒരു ചാക്ക് പോലുള്ള ഒരു സാധനം ഇട്ടിട്ട് ഞാൻ അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് ഇവരിതെല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് വരും. ഇവരൊരു കാപ്പി വേണമെങ്കിലും വേണ്ടെങ്കിലും അവർ ഇട്ട് തരും, ഞാൻ കുടിക്കും. അവർക്ക് വലിയ സന്തോഷം, 5, 6, 7 പേര് കാണും. അപ്പൊ അങ്ങനെയാണ് അവിടെ അതൊക്കെ നോർത്ത് ഇന്ത്യയിലുള്ള അനുഭവങ്ങളാണ് സാറേ. കാരണം അപ്പൊ അവിടെ കേരളത്തിലെ സഭകൾക്കോ ദൈവമക്കൾക്കോ ദൈവദാസന്മാർക്കോ കിട്ടാത്ത ഭാഗ്യങ്ങളാണ്. സാറത് പറഞ്ഞപ്പോൾ ഞാൻ ചിരിക്കാൻ കാരണം, ഇന്ന് വൈകിട്ട് ഞാൻ വിസിറ്റിങ്ങിന് പോയ വീട് ഓർത്തു. ഇന്ന് വൈകിട്ട് ഇതേ അനുഭവം. കാരണം 4 ബാച്ചിലേഴ്സ് താമസിക്കുന്ന, UP-കാരായ 4 ബാച്ചിലേഴ്സ് താമസിക്കുന്ന വീട്ടിലാണ് ഞാൻ പോയത്. 4 പേര് ഓട്ടോറിക്ഷ ഡ്രൈവർമാരാ. അപ്പം ഞങ്ങളുടെ ചർച്ചിലൊരു സഹോദരി കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു ദർശനം കണ്ടിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ചില ഓട്ടോറിക്ഷകളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടു. ഇത് പറഞ്ഞത് UP മധുരക്കാരിയായ ഒരു സഹോദരിയായി ദർശനം പറഞ്ഞത്. അപ്പം ഈ പറഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ച 3 സഹോദരന്മാരെ ആൾട്ടർ കോൾ കൊടുത്തപ്പോൾ പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വന്നു. അപ്പോൾ 3 പേര് ചർച്ചിൽ വന്നല്ലോ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു എന്തോ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവർ 3 പേര് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ആ സഹോദരി പറഞ്ഞതുപോലെ തന്നെ 3 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വന്നു. ഇന്ന് ഞാൻ അവരുടെ വീട്ടിൽ പോയി. ഞാനും ഞങ്ങളുടെ ചർച്ചിലെ എൻ്റെ അസോസിയേറ്റ് പാസ്റ്ററായിട്ടിരിക്കുന്നത് ദേവദാസനും ഞങ്ങൾ ഒന്നിച്ച് പോയി. അപ്പം ഒരാൾ ഒരു കുപ്പി പിന്നെ സ്പ്രൈറ്റ് കൊണ്ടുവന്നു, വേറെ ഒരാൾ 2 സമോസ കൊണ്ടുവന്നു, പിന്നെ വേറെ ഒരാൾ ചായ കിട്ടു, പിന്നെ എന്താ പറഞ്ഞ ഒരാൾ ഈ പിന്നെ കാജുപത്രി എന്ന് പറഞ്ഞ പേട കൊണ്ടുവന്നു. അപ്പൊ 4 പേര് കൊണ്ടുവന്നത് 4 നമ്മൾ കഴിക്കണം. അപ്പൊ ആദ്യം വെള്ളം കുടിച്ചു, പിന്നെ ചായ കുടിച്ചു, ചായയുടെ മണ്ടയ്ക്ക് സ്പ്രൈറ്റും കുടിച്ചു. കാരണം എല്ലാവരും കൊണ്ടുവന്നത് കഴിക്കണമല്ലോ. അപ്പൊ സാറിത് പറഞ്ഞപ്പോ എനിക്ക് ചിരി വന്നത്, സാറിന്റെ അനുഭവം. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ സാധാരണക്കാരിലേക്ക് സുവിശേഷം ഇറങ്ങിച്ചെല്ലണം. നമ്മളിപ്പം ന്യൂ ജനറേഷനെ നമ്മൾ കുറ്റം പറയുന്നു, അത് ഒരു ഭാഗത്ത് ശരി തന്നെ, അതിലേക്ക് ഇപ്പം നമ്മുടെ വിഷയം അല്ലാത്തോണ്ട് പോകുന്നില്ല. മറുഭാഗം നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് ചർച്ചസ്, പാസ്റ്റേഴ്സ്, അവർ സാധാരണക്കാരിലേക്ക് അവരുടെ നൊമ്പരങ്ങൾ കാണണം, അവരുടെ നൊമ്പരങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ VIP ആണെന്നും പറഞ്ഞ് ഏറ്റവും വലിയ കാറെ നടന്ന് എന്നെ ദൈവം അനുഗ്രഹിച്ചു എന്നും പറഞ്ഞ് നടന്നാൽ അത് മനുഷ്യന് മാന്യതയായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. അതിന്റെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറെ കാര്യങ്ങളുണ്ട് പ്രാക്ടിക്കലായിട്ട്. എക്സാമ്പിൾ, നിങ്ങളൊരു കാർ വാങ്ങിക്കുന്നു. നിങ്ങൾ കാർ വാങ്ങിക്കുമ്പോൾ ഒരു 20 ലക്ഷം രൂപയുടെ കാറ് നിങ്ങൾ നിർത്തിയിട്ട് അതിൽ നിന്ന് ഒരു 15 ലക്ഷത്തിന്റെ വാങ്ങിക്കുന്നവരുടെ ഞാൻ പറയുന്നത്, അതിന്റെ ഒരു 5 ലക്ഷം രൂപ എടുത്ത് നിങ്ങളൊരു 10 പേർക്ക് കൊടുക്കുക. എന്താ അതിന് കുഴപ്പം? അതിനെന്താണ് കുഴപ്പം? അതല്ലേ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. പെന്തക്കോസ്റ്റലിസം എന്ന് പറയുന്നത് സ്റ്റേജിലൂടെ അലറി കൂവാനുള്ളതല്ല. പെന്തക്കോസ്റ്റലിസം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ തെറ്റുകൾ തിരുത്തുകയും അവരെ വളർച്ചയെടുത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതാകണം. അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ജീവിതത്തിലെ ആകെയുള്ള സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ക്രിസ്തു ഇത് ചെയ്തത്. ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോഴും എവിടെ പറഞ്ഞാലും എവിടെ ചെയ്താലും പറയുന്നത് അത് തന്നെയാണ്. പുതിയ നിയമത്തിന്റെ ജീവിത ശൈലിയിലേക്കും മടങ്ങുക. സാറ് ഈ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞ ചില പദങ്ങൾ, ഒന്ന് സ്റ്റേജിൽ അലറിക്കൂകി അല്ലേ, അങ്ങനെ പറയുന്നതല്ല. പിന്നെ അതുപോലെ തന്നെ നേരത്തെ വർഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ
അന്യഭാഷകൾ ഇങ്ങനെ ബഹളമുണ്ടാക്കി പറയുന്നത് തന്നെയല്ല എന്നൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് പറയാം. പലപ്പോഴും ആളുകളുടെ ഇടയിൽ ഒരു ധാരണ ഇതാണ് ഉണർവെന്ന, ഈ സ്റ്റേജിലുള്ള ബഹളവും ജനം നിർത്താതെ അന്യഭാഷ പറയുന്നതൊക്കെയാണ് ഉണർവെന്നുള്ളൊരു ധാരണയാണുള്ളത്. റിവൈവൽ എന്നൊരു ധാരണയാണ്. അപ്പോൾ നമുക്ക് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും ഇന്നത്തെ മീറ്റിംഗ് നല്ല ഉണർവുള്ള മീറ്റിംഗ് ആയിരുന്നെന്ന് പറയും. അതെ. പക്ഷേ ഈ പ്രശ്നം എന്ന് പറയുന്നത്, എൻ്റെ ഒരു വാക്കിൽ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന്റെ ബാക്കി പറയും. ഈ ഉണർവെന്ന് പറഞ്ഞ പെപ്സി അല്ല. ഇന്ന് സഭകളിലുള്ളത് പെപ്സി ക്രിസ്ത്യാനികളാണ്. പെപ്സി ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെപ്സി അറിയാമല്ലോ, ഒരു കുലുക്ക് കുലുക്കി ഒന്ന് തുറന്നു കഴിഞ്ഞാൽ അത് മേപ്പോട്ട് ഒറ്റ ചാട്ടം ചാടും, അതോടുകൂടി അതിന്റെ കാറ്റ് പോയി. പക്ഷെ അങ്ങനെയുള്ള ക്രിസ്ത്യാനികളെയല്ല വേണ്ടത്. നല്ല ക്രിസ്ത്യാനികൾ എന്ന് ഉണർവിന്റെ സൈൻ എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് ഉണർവിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഉണർവിനെ കുറിച്ച് ഞാൻ സ്ഥിരമായ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആഷ്ബറി ഉണർവ് ഉണ്ടായപ്പോൾ സ്ഥിരമായി ഞാൻ എഴുതിയിരുന്നു, കുറെ 10-18 ആർട്ടിക്കിൾ ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എവിടെ ഉണർവ് ഉണ്ടായിട്ടുണ്ടോ, പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ചരിത്രത്തിലോ എവിടെ ഉണർവുണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ രണ്ട് കാര്യം ഉണ്ടാകും. ഒന്ന്, ഇൻഡിവിജ്വൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും, സ്വഭാവ രൂപീകരണം. നമ്പർ 1 ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ സ്വഭാവത്തിലൊരു വ്യതിയാനം. 2, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും, ഒരു സാമൂഹിക വ്യതിചലനം ഉണ്ടാകും. ഇത് രണ്ടും ഉണ്ടാകുന്നില്ലെങ്കിൽ എത്ര ബഹളം കാണിച്ചാലും അവിടെ ഉണർവില്ല. ഇപ്പൊ ഞാൻ ഡ്രമ്മും തല്ലിപ്പൊട്ടിച്ച് ഹോളിന്റെ മണ്ട വരെ ചാടി താഴോട്ട് എൻ്റെ അവിടെ വന്ന് നിന്നു. ഞാൻ അങ്ങോട്ടിറങ്ങി കമ്മിറ്റിയില് മറ്റവനെ ചീത്ത വിളിക്കുകയാണെങ്കിൽ എൻ്റെ ഉണർവ് എന്തുവാ, എൻ്റെ ആത്മാവ് എന്തുവാ? അവിടെയാണ് ആളുകൾ ചോദിക്കുന്നത്, അവിടെയാണ് എൻ്റെ പ്രശ്നം. അപ്പൊ മറ്റൊരിടത്ത് ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു വലിയ കുഴപ്പം എന്തുവാന്ന് ചോദിച്ചാല്, ശരിക്കൊന്ന് സന്തോഷത്തോടെ ആരാധിച്ചാൽ പറയും DJ പാർട്ടിയാന്ന് പറയും. ഓക്കെ, ഇനി അടങ്ങി സന്തോഷത്തോടെ എവിടെയെങ്കിലും, ചിലരുടെ നേച്ചർ അങ്ങനെയാണല്ലോ, ഇരിക്കുകയാണെങ്കിൽ മുന്നേ നിൽക്കുന്ന ആള് പാസ്റ്റർ ആണ് അല്ലെ പ്രവാചകൻ, ഒന്ന് തലയിൽ ഒരു ചട്ടിട്ട് പോ പിശാച് എന്ന് പറയും. അപ്പൊ അടങ്ങി നിന്നാ പിശാച്, മേപ്പോട്ട് ചാടിയ പിന്നെ DJ പാർട്ടി. അപ്പൊ പെന്തിക്കോസ്തുകാർ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതെ അതെ അതെ, നമ്മൾ ചെയ്തൊരു കുഴപ്പമാണ് സാറേ. കാരണം ഈ മറ്റ് പല സഭാ സമൂഹങ്ങളിലുമേ വ്യക്തിപരമായി വേദപുസ്തകം ഇന്റർപ്രറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ ഒരു സമൂഹത്തിന്റെ പ്രത്യേകത, നമ്മൾ ആർക്ക് വേണമെങ്കിലും വേദപുസ്തകം ഇന്റർപ്രറ്റ് ചെയ്യാം, പഠിക്കാം, പഠിപ്പിക്കാം എന്നുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ഓരോ പെന്തക്കോസ്തുകാരനും സ്വന്തമായ ഒരു തിയോളജി ഉണ്ട്. അതായത് ഞാൻ ആ തിയോളജിയെ വിളിക്കുന്നത് കൺവീനിയന്റ് തിയോളജി എന്നാ, സൗകര്യ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടാണ് ഈ ഹെർമനൂട്ടിക്സിലാണ് നമുക്ക് പ്രോബ്ലം പറ്റി. ഹെർമനൂട്ടിക്സ് എന്ന് പറഞ്ഞാൽ വ്യാഖ്യാന ശാസ്ത്രം എന്ന് പറയും, ഹൗ ടു ഇന്റർപ്രറ്റ് ദ ബൈബിൾ. അതിന് ഒരു രീതിയുണ്ട്, അത് പണ്ട് മുതലേ ഉണ്ട്. അതല്ലാതെ ചുമ്മാതെ വെറുതെ ഇങ്ങോട്ട് പറയുന്നതല്ല. ആ നല്ല ഒരു വ്യാഖ്യാന ശാസ്ത്രജ്ഞന് മാത്രമേ നല്ല ഒരു പ്രസംഗകനായിരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹൗ ടു ഇന്റർപ്രറ്റ് ദ സ്ക്രിപ്ചർ, പൊരുൾ എങ്ങനെ തിരിക്കാം. ഇപ്പൊ നമ്മൾ അപ്പസ്തലപ്രവൃത്തി വായിക്കുമ്പം ഈ യൂനക്ക് അദ്ദേഹം വായിക്കുന്നുണ്ടായിരുന്നു, വായിക്കാത്ത ആളൊന്നുമല്ല. അത് പുള്ളി യെശയ്യാപ്രവചനം നല്ലവണ്ണം വായിക്കുന്നുണ്ടായിരുന്നു, വായിക്കാത്ത ആളല്ല. പക്ഷെ അതിന്റെ പൊരുൾ തിരിക്കണം. ഇത് തന്നെയാണ് സഭായോഗത്തിന് വരുമ്പോൾ സംഭവിക്കേണ്ടത്. വിശ്വാസികളെല്ലാം വായിച്ചിട്ടാ വരുന്നത്, പക്ഷെ ഇതിന്റെ പൊരുളൊന്ന് തിരിക്കണം. ആ പൊരുൾ തിരിക്കാനെ കൊണ്ട് രണ്ട് കാര്യം ഉണ്ടാകണം. ഒന്ന്, ഡിവോഷൻ, ഇൻസ്പിറേഷൻ ഉണ്ടാകണം. ബൈബിളിൽ നമുക്ക് അതിന് ഒരു പ്രചോദനം നമുക്ക് തന്നെ ഉണ്ടാകണം. നമുക്ക് അതിനൊരു മനസ്സ് വേണം. അതല്ലാതെ ദൈവം എനിക്ക് ഇങ്ങോട്ട് തന്നു, ഞാൻ മുട്ടിന്മേൽ യൂണിവേഴ്സിറ്റിയിലാണ് ഇരിക്കുന്നത്, ഞാൻ കണ്ണുനീർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എൻ്റെ ബിരുദം, ഇങ്ങനെയൊക്കെ കുറെ ഡയലോഗ് അടിച്ചാലേ കുറെ ആളുകളൊക്കെ ഇരുന്ന് ചിരിക്കുമെന്നല്ലാതെ വചനം പ്രോപ്പറായിട്ട് പറയാൻ നോക്കില്ല. പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്കാണ്, ഒരു ചെറിയ ജോലിയല്ല. ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ ഞാൻ പല ഇതിൽ
അതിനെ ചെറിയ ജോലിയായി കാണുമ്പോൾ അത് അതിൻ്റെ നിലവാരം, അതിൻ്റെ ഗുണനിലവാരം താഴോട്ട് വരാൻ തുടങ്ങും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് അതിന്റെ കാര്യം. ഈ ആർക്കും അതെ, വ്യാഖ്യാനിക്കാമെന്നുള്ള യാ കണ്ടിന്യൂ ചെയ്യാം സാറേ. ആർക്കും വ്യാഖ്യാനിക്കാം എന്നുള്ള ആ നില മാറണം നമ്മുടെ ഇടയിൽ നിന്ന്. ആർക്കും ലേമൻ വ്യാഖ്യാനം. ഒരിക്കൽ ഒരു സഹോദരി എന്നോട് ചോദിച്ചു, പ്രസംഗിക്കാൻ സെമിനാരിൽ പോകണമെന്ന് ചോദിച്ചു. പ്രസംഗിക്കാൻ സെമിനാരിയിൽ പോകണം, അതാ ചോദ്യം. ഞാൻ പറഞ്ഞു സെമിനാരിയിൽ പോകണ്ട. സെമിനാരിയിൽ പോയ ഒരാളെ പ്രസംഗിക്കാവുന്ന നിർബന്ധമൊന്നുമില്ല. കാരണം ഈ ചോദിച്ച സഹോദരിയുടെ ഭർത്താവ് എന്തെങ്കിലുമൊക്കെ ഉറക്കെ പറയാൻ നല്ല മിടുക്കനായിരുന്നു. അപ്പൊ ഞാൻ ഇരിക്കുന്ന സഭയില് ഈ പുള്ളിക്ക് പ്രസംഗിക്കണം, അതാ വിഷയം. അപ്പൊ പ്രസംഗിച്ചു കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം ഈ താല്പര്യം അനുസരിച്ച് ടൈമൊക്കെ കൊടുത്തപ്പോഴും പുള്ളി ആവശ്യമില്ലാത്ത കാര്യമൊക്കെയാ പറയുന്നത്. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന ഉടനെ ഇങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞു, ഇങ്ങനെ കൊടുക്കാതെ വന്ന ഉടനെ പുള്ളി ഒരു കംപ്ലൈന്റ് പറഞ്ഞു. ഉടനെ ആ വൈഫ് ചോദിക്കുന്നതാണ്, പ്രസംഗിക്കാൻ സെമിനാരിൽ പോകണം. ലേമന് പ്രസംഗിക്കാം, പക്ഷെ പ്രസംഗിക്കാവുന്ന ആ രീതിയിൽ പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച് അങ്ങനെ പ്രസംഗിക്കാം. അല്ല എന്തെങ്കിലും ചുമ്മാ പറയരുത്. അല്ല ആത്മാവ് ഇങ്ങോട്ട് തന്നെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ 2 അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആത്മാവ് തന്നു ഇരിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല തന്നില്ലെന്ന്. പല പ്രസംഗങ്ങളും രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കേൾവിക്കാർ നല്ലവരായതുകൊണ്ടാണ്. യാ സാറേ, ഒത്തിരി കാര്യങ്ങൾ കേട്ടു സാറേ, പഠിച്ചു സാറേ. അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും നമുക്ക് അതിലേക്കൊന്ന് മടങ്ങി വരാം. എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലോ പ്രഷർക്ക് വേണ്ടി, അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട്. അതും ഞാൻ പറയാം. ഞാന് എൻ്റെ 28ാമത്തെ വയസ്സിൽ അമേരിക്കയിൽ അവിവാഹിതനായിട്ട് വന്ന ഒരാളായിരുന്നു. അവിവാഹിതനായ സമയത്ത് അമേരിക്കയിൽ പ്രസംഗിക്കാൻ വന്ന ഒരാളാണ് ഞാൻ. അതായത് 1988-ലാണ് ഞാൻ ആദ്യം അമേരിക്കയിൽ വരുന്നത്. എന്നാൽ അമേരിക്കയിൽ വരുമ്പോൾ ഞാൻ ഇന്റർവ്യൂവിന് പോയപ്പോഴേ എന്നോട് ചോദിച്ചു, നിനക്ക് ഡൽഹിയിലാണെന്ന് പോയത്, എന്നോട് ചോദിച്ചു, നിനക്ക് നീ കല്യാണം കഴിച്ചതല്ല, സ്ഥലമില്ല, വീടില്ല, ഒന്നുമില്ല, നീ തിരിച്ചു വരുമെന്ന് എന്താണ് തെളിവെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ വാക്കാണ്, എൻ്റെ വാക്ക്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. അന്ന് എനിക്ക് അമേരിക്കയിൽ നിൽക്കാമായിരുന്നു, എന്നാൽ ഞാൻ നിന്നില്ല. കാരണം ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ജോലി വിട്ട് സുവിശേഷ വേലയിലേക്ക് വരുമ്പോൾ എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ പേരൻസ് സാമ്പത്തികമായി ബുദ്ധിമുട്ടരുത്. സാധാരണ കുടുംബമാണ്, വലിയ ബാങ്ക് ബാലൻസ് ഒന്നുള്ള ഒരു ഫാമിലി അല്ല. എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും പാസ്റ്റേഴ്സാണ്. എല്ലാവരും എൻ്റെ ജ്യേഷ്ഠൻ പാസ്റ്ററാണ്, അനുജൻ പാസ്റ്ററാണ്, അളിയൻ പാസ്റ്ററാണ്, പെങ്ങള് പാസ്റ്റർ, അങ്ങനെ എല്ലാവരും പാസ്റ്റർ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ പേരൻസിന് ബുദ്ധിമുട്ടുണ്ടാകരുത്. അപ്പം ആ പേരൻസിന് കാലങ്ങൾ ഇങ്ങനെ മുൻപോട്ട് ഒരുപാട് പോയെങ്കിലും ആ ആഗ്രഹങ്ങളെ എല്ലാം ദൈവം സാധിപ്പിച്ചത്. അവർക്ക് സാമ്പത്തികമായിട്ടൊരു ആവശ്യങ്ങൾ വന്നപ്പോൾ അതെങ്ങും ഒരു ഇതുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തീർക്കാനെ കൊണ്ടുള്ള ഒരു അവസരം ദൈവം തന്നു. മക്കളെ ദൈവം അനുഗ്രഹിച്ചു. അവരും വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം നൽകി, നല്ല ജോലി നൽകി. എൻ്റെ ജീവിതാനുഭവങ്ങളിൽ എനിക്ക് പ്രേക്ഷകരോട് ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ഏതെങ്കിലും പൈസക്കാരും പാസന്മാർ ചെയ്യുന്നത് കണ്ടോ, ഏതെങ്കിലും ആളുകൾ പൈസ ഉണ്ടാക്കുന്നത് കണ്ടോ ഒന്നും നിങ്ങളുടെ കാലുകൾ ഇടറരുത്. ദൈവത്തിൽ ആശ്രയിച്ച് വേണം ശുശ്രൂഷ ചെയ്യുവാൻ. ദൈവത്തിൽ ആശ്രയിച്ചു മാത്രമേ ശുശ്രൂഷ ചെയ്യാവൂ എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. വചന ശുശ്രൂഷയിൽ സഭകളിൽ പ്രസംഗ രീതിയിൽ വ്യത്യാസം ഉണ്ടാകണം. സഭാ രാഷ്ട്രീയത്തിൽ നിന്ന് സഭ പിന്മാറണം. ലോകപ്രകാരം ഒരു തിരഞ്ഞെടുപ്പൊക്കെ ആവശ്യമായി വന്നേക്കാം. എന്നാലും ഇന്ന് കാണുന്ന തിരഞ്ഞെടുപ്പുകളിലെ പൈശാചിക ശക്തി ഒരുപാട്, അതിൻ്റെ വ്യാപാരം ഒരുപാടുണ്ട് എന്നുള്ളത് തിരഞ്ഞെടുപ്പിനെ നിഷേധിക്കാൻ കഴിയില്ല. ഒരു രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് അത് ആവശ്യമായിട്ട് വരാം. പക്ഷേ ചേരിപ്പോരുകളും വർഷങ്ങളോളം നിലനിൽക്കുന്നതായിട്ടുള്ള ദ്വന്ദ്പക്ഷങ്ങളും ഉണ്ടാകാറൊന്നും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവർ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയുവാൻ ഉള്ളത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കും.
സാറേ, സാറിൻ്റെ അനുഭവങ്ങൾ എല്ലാം ഇതെല്ലാം പറഞ്ഞു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വാക്ക് സാർ തന്നെ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. മറ്റ് അനുഭവങ്ങൾ ധാരാളം. എൻ്റെ വൈഫ് ഷേർലിയാണ്. ഷേർലി എൻ്റെ ശുശ്രൂഷയിൽ ഒരുപാട് സഹായമായിരുന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ സഹായമായിരുന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ സഹോദരി സഹോദരന്മാര്, ഭാര്യ, വീട്ടുകാര് എല്ലാം ആ നിലയിലെല്ലാം അവർ സഹകരിച്ചിട്ടുണ്ട്. ജീവിതാനുഭവങ്ങൾ പിന്നെയും ബാക്കി ഒരുപാട് എനിക്ക് പറയുവാനുണ്ട്. ദൈവം എന്നെ നടത്തി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലപ്പോഴും ബ്രോക്കണായി. ആ നിലയിലാണ് ദൈവം എന്നെ നടത്തിയത്. നിങ്ങളെയും ദൈവം നടത്തും. ഒമാൻ പെന്റക്കോസ്റ്റ് അസംബ്ലിയിലെയും എൻ്റെ ശുശ്രൂഷയിൽ വലിയ ജീവിത ഒരു അനുഭവമായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ആർക്കും ഉണ്ടാകാത്ത ചില നിലയിലുള്ള ചില അനുഭവങ്ങൾ അവിടെ ഉണ്ടായി. എന്നാൽ വചന ശുശ്രൂഷകളിലൂടെ വചനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞാൻ പറയാം. ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് എനിക്കൊരു ഫോൺ കിട്ടി. ഒരു ഫോൺ കിട്ടിയത് നാട്ടിലെ ഒരു മാസികയിൽ ഒരു ലേഖനം എഴുതാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ വിളിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറേ, അദ്ദേഹം പറഞ്ഞു, 35 വർഷം മുമ്പ് ഞാൻ പ്രസംഗിച്ച ഒരു പ്രസംഗം, 35 വർഷം മുമ്പ് ഞാൻ പ്രസംഗിച്ച ഒരു പ്രസംഗം അദ്ദേഹം ഉരുവിട്ടുകൊണ്ട് അതാണ് അദ്ദേഹം അന്ന് ഓർമ്മയിൽ വെച്ച് ആ വാക്യവും കാര്യവും എല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ ഇത് എഴുതാനെ കൊണ്ട് സാറിനെ കൊണ്ട് ഒക്കും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം 35 ആയാലും 45 ആയാലും വചനം പ്രോപ്പറായിട്ട് പ്രസംഗിച്ചാൽ അത് മനുഷ്യന്റെ ഉള്ളിൽ കിടക്കും. അത് വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകും. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയുവാനുള്ളത്, ദൈവവചനത്തിൽ നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മൾ വരണം. ഇത്രയുമായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആകെ വിപ്ലവകരമായ മാറ്റങ്ങൾ നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ, ക്രിസ്തു കാര്യങ്ങളെ കണ്ടതുപോലെ, ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്ന പോലെ പ്രായോഗികമാക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനെ അവസരം ക്രമീകരിച്ചതായിട്ടുള്ള പാസ്റ്റർ പിന്നെ യോഹന്നാൻ ആസാദ് ടിവിക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കേൾവിക്കാരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാറിനെ ചുരുക്കമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഇത് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ അടുത്ത് വരുന്നു. ഈ സാക്ഷ്യം കേട്ട നിന്റെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊള്ളണമേ. അത് അവർക്ക് പ്രയോജനപ്പെടുവാൻ ഇടയായി തീരണമേ. വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും ദൈവവചനത്തിൽ നിലനിൽക്കുവാനും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിപ്പാനും ഓരോരുത്തരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ കർത്താവ് ഫിന്നിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. തൻ്റെ ശുശ്രൂഷകൾക്കായി സ്തോത്രം. ഈ പ്രവർത്തനങ്ങൾക്കായി ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ വ്യൂവേഴ്സിനെയും അനുഗ്രഹിച്ചു കൊള്ളണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സാറേ. താങ്ക് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സാറിനോട് ഒരു പ്രാവശ്യം നന്ദി പറഞ്ഞു. പ്രേക്ഷകരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. അടുത്ത ആഴ്ച പിന്നെയും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതാനുഭവം കേൾക്കാം. അതുവരെയും എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹാശംസകൾ. ഗോഡ് ബ്ലസ് യു ഓൾ.